നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാറുണ്ട്. സ്നേഹം നിറഞ്ഞ പിതാവേ, യേശുവേ, അവിടുത്തെ നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം ചെയ്ത് കർത്താവേ, സർവത്തെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ ഞങ്ങൾ മുട്ടുമടക്കുന്നു, കുമ്പിടുന്നു, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അവിടുത്തെ രക്തത്താൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ കഴുകി സ്നേഹത്താൽ നിറച്ച് അവിടുത്തെ കർത്താവേ തൃപ്പാദ സന്നിധിയിൽ കർത്താവെ മറിയ തിരഞ്ഞെടുത്ത നല്ല അംശം എന്നവണ്ണം കർത്താവെ അവിടുത്തെ വചനത്തിനായിട്ട് അവിടുത്തെ ആ ആത്മാവും ജീവനുമാകുന്ന ആ വചനങ്ങളെ ഞങ്ങളുടെ ആത്മാവിലേക്ക് കൈക്കൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ ശുദ്ധിയുള്ളവരാക്കി തീർക്കണം. അധികമായിട്ടുള്ള ജീവനെ പകരണം. കർത്താവെ, ഞങ്ങൾ ധ്യാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കർത്താവെ ഒരു ഒരുക്കത്തിനായിട്ട് കൂടുതൽ ജാഗ്രതയോടെ ഈ അന്ത്യകാലത്ത് ജീവിപ്പാൻ തക്കവണ്ണം കർത്താവെ അങ്ങേപ്പോലെ അധികമായി തീരുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങൾ കൂടുതൽ ജ്ഞാനത്തോടെ കൂടുതൽ ജാഗ്രതയോടായിരിക്കാൻ കൂടുതൽ ഉണർവോടായിരിക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും കർത്താവിനെ സഹായിക്കണം. ലോകമയത്വത്തിലേക്ക് അടിമപ്പെട്ടു പോകാതെ, ലോകത്തോട് കർത്താവ് അനുരൂപപ്പെട്ടു പോകാതെ, നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള അവിടുത്തെ ആ ദൈവഹിതം തിരിച്ചറിഞ്ഞ് അത് തന്നെ ചെയ്ത് അത് തന്നെ പ്രൂവ് ചെയ്ത് അത് തന്നെ തെളിയിച്ചുകൊണ്ട് കർത്താവെ ജീവനുള്ള ബലിയായിട്ട് അങ്ങേ അവിടുത്തെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ അവിടുത്തെ ഹിതം ചെയ്തുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. നന്ദി കർത്താവെ, നന്ദി. പ്രാർത്ഥന കേട്ടത് നിങ്ങൾക്ക് സ്തുതിക്കുന്ന എല്ലാ യേശു കർത്താവിന് വിലയേറിയ മാത്രമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നമ്മളപ്പോൾ ഒരുപാട് നാളുകളായിട്ട് വെളിപാട് പുസ്തകം ഇപ്പം നമ്മൾ 13-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു. നമുക്കറിയാം വെളിപാട് പുസ്തകം യോഹന്നാൻ അപ്പോസ്തലന് അദ്ദേഹം 90-ലേറെ വയസ്സുള്ള സമയത്ത് 96 AD ഏകദേശം 96 AD എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ആ പുസ്തകം മോർ ദാൻ 90 years 90-ലേറെ വയസ്സുള്ള സമയത്ത് പത്മോസ് ദ്വീപിൽ നാടുകടത്തപ്പെട്ട സമയത്ത് അദ്ദേഹം കർത്തൃ ദിവസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ യേശുവിൻ്റെ ദർശനം കാണുന്നതൊക്കെ 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. 2-3 അധ്യായങ്ങളിൽ സഭകളെക്കുറിച്ചുള്ള അന്നത്തെ ഏഷ്യ മൈനർ, ഇന്നത്തെ തുർക്കി പ്രദേശത്തുള്ള 7 സഭകളെക്കുറിച്ചുള്ള ദൂതുകളൊക്കെ നമ്മൾ അത് വായിക്കുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ആ ലവോദിസ്യ സഭയുടെ മൂപ്പൻ എഴുതിയ ആ ദൂതൊക്കെ നമ്മളൊന്നുകൂടെയൊക്കെ ഒന്ന് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിക്കുകയുണ്ടായല്ലോ. പിന്നെ വെളിപാട് 4-ാം അധ്യായം മുതൽ തുറന്ന ഒരു വാതിൽ സ്വർഗത്തിൽ കാണുന്നതും അവിടെ പിതാവൻ ദൈവത്തെ ആരാധിക്കുന്നതും 5-ാം അധ്യായത്തിൽ പുത്രനാം ദൈവത്തെ ആരാധിക്കുന്നതും 6-ാം അധ്യായത്തിൽ യേശു മുദ്രയിടപ്പെട്ട പുത്രനാം ദൈവമായ കർത്താവ് മുദ്രയിടപ്പെട്ട പുസ്തകത്തിന് മുദ്രകൾ ഓരോന്നായിട്ട് തുറക്കുന്നത്. ആ പുസ്തകം ഭൂമിയുടെ ആധാരം എന്നവണ്ണം ഭൂമിക്ക് മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്ന ആ പുസ്തകം അതിൻ്റെ മുദ്രകൾ ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ 1-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ഇത് ക്രിസ്തുവും, പിന്നെ 2-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ യുദ്ധങ്ങൾ, 3-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ ക്ഷാമം, പിന്നെ ബാധകൾ കാരണമുള്ള മരണങ്ങൾ 4-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 5-ാമത്തെ മുദ്രയിലെ മഹോപദ്രവവും 6-ാമത്തെ മുദ്രയിലെ കർത്താവിൻ്റെ 2-ാമത്തെ വരവും കർത്താവിൻ്റെ ക്രോധത്തെക്കുറിച്ചുള്ള ഒരു സൂചനയൊക്കെ 6-ാമത്തെ മുദ്രയിൽ നമ്മൾ കാണുന്നു. പിന്നെ 7-ാം അധ്യായത്തിൽ യഹൂദ ജനതയിലുള്ള ഒരു ശേഷിപ്പിനെ 12,000 വെച്ച് 12 ഗോത്രങ്ങളിൽ നിന്ന് അങ്ങനെ 144,000 പേരെ സീൽ ചെയ്യുന്നൊരു കാര്യം, മുദ്രയിടുന്നൊരു കാര്യം 7-ാം അധ്യായത്തിന് ആദ്യത്തെ 8 വാക്യങ്ങൾ കാണുന്നു. കർത്താവിനെ വരവേൽക്കുന്ന ആ സഭയെ നമ്മൾ 9-ാമത്തെ വാക്യം മുതൽ കാണുന്നു. വെളിപാട് 7-ാം അധ്യായത്തിൻ്റെ വെളിപാട് 8-ാം അധ്യായത്തിൽ നമ്മൾ 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ, അതായത് സഭ എടുക്കപ്പെട്ടതിന് ശേഷമാണ് 7-ാമത്തെ മുദ്ര പൊട്ടിക്കുന്നത്. 6-ാമത്തെ മുദ്രയിൽ തന്നെ കർത്താവിൻ്റെ 2-ാമത്തെ വരവും സഭ എടുക്കപ്പെടുന്നു. അതിന് മുമ്പ് തന്നെ 5-ാമത്തെ മുദ്രയിൽ തന്നെ മഹോപദ്രവവും, 6-ാമത്തെ മുദ്രയിൽ കർത്താവിൻ്റെ വരവ്, പിന്നെ 7-ാമത്തെ മുദ്രയിലാണ് ദൈവത്തിൻ്റെ ന്യായവിധി വെളിപ്പെടുന്നത്. അത് ആ 7-ാമത്തെ മുദ്രയിൽ 7 കാഹളങ്ങൾ, അതിൽ ആദ്യത്തെ 4 കാഹളങ്ങളെക്കുറിച്ച് നമ്മൾ 8-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതെല്ലാം ഭൂമിമേലുള്ള അവിശ്വാസികളുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് നമ്മൾ വായിക്കുന്നത്, ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ ക്രോധാഗ്നി. പിന്നെ 9-ാമത്തെ അധ്യായത്തിൽ 5ഉം 6ഉം കാഹളങ്ങളെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. 10-ാം അധ്യായത്തിൽ ഒരു ദൂതൻ തുറന്ന പുസ്തകം, മുദ്രകളെല്ലാം മാറി മുദ്രകളെല്ലാം പൊട്ടിക്കപ്പെട്ട് തുറന്ന ആ പുസ്തകം പിടിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ആണയിടുന്ന ഒരു കാര്യം, ദൈവം തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതെല്ലാം നിവൃത്തിയാകുമെന്ന് പറയുന്ന ഒരു കാര്യം 6-7 വാക്യങ്ങളിൽ വെളിപാട് 10-ാം അധ്യായത്തിൽ കാണുന്നു. അതിനുശേഷം യോഹന്നാൻ ആ പുസ്തകം എടുത്ത് ഭക്ഷിക്കുന്നു. ദൂതൻ പറഞ്ഞത് പ്രകാരം വീണ്ടും ആ ഭക്ഷിച്ചത് ദഹിച്ച് ആത്മാവിൽ ദഹിച്ച് അവൻ വീണ്ടും പ്രവചിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണ് നമ്മൾ 11-ാം അധ്യായം മുതൽ കാണുന്നത്. 11-ാം അധ്യായത്തിൽ ആദ്യത്തെ 13 വാക്യങ്ങളിൽ ഒരു അവിടെ രണ്ട് ദൈവമനുഷ്യരെ കുറിച്ച് നമ്മൾ വായിക്കുന്നു. അവർ മോശയുടെ ഏലിയാവിൻ്റെയും ആത്മാവിലുള്ള ശുശ്രൂഷയിൽ അവർ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള 3.5 വർഷക്കാലം കർത്താവിന് വേണ്ടി ധീരസാക്ഷികളായിട്ട് നിൽക്കുന്ന 2 വിശുദ്ധന്മാരെക്കുറിച്ച് നമ്മളവിടെ അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് 11-ാം അധ്യായത്തിൽ ആദ്യത്തെ 13 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. അതിനുശേഷം
പതിനഞ്ചാമത്തെ വാക്യം മുതൽ ഏഴാമത്തെ മുദ്ര, ഏഴാമത്തെ മുദ്രയിൽ ഏഴാമത്തെ കാഹളം, ഏഴാമത്തെ മുദ്രയിൽ 7 കാഹളങ്ങൾ, അതിൽ ഏഴാമത്തെ കാഹളം അവിടെ കർത്താവ് തൻ്റെ രാജ്യത്വം സ്വീകരിക്കുന്നു. അവിടാണ് ദൈവമക്കൾക്കുള്ള പ്രതിഫലം. അതിനുശേഷമുള്ള കർത്താവിൻ്റെ 1000 വർഷക്കാലമുള്ള ഒരു ഭരണത്തിന് ശേഷമാണ് സാത്താനെ അഗാധകൂപത്തിൽ നിന്ന് വെളിയിൽ വിടുന്നതും അതിനുശേഷം അവിശ്വാസികൾക്കുള്ള ശിക്ഷാവിധിയൊക്കെ നമ്മളവിടെ വെളിപാട് 20 അധ്യായത്തിൽ നമ്മൾ 11 മുതലുള്ള വാക്യങ്ങളിലൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. പിന്നെ വെളിപാട് 12 അധ്യായത്തിൽ ഇസ്രായേലിനെ ഒരു സ്ത്രീയോട് ഉപമിച്ച് ആ ഇസ്രായേലിൻ്റെ സന്തതിയായിട്ടുള്ള യേശുവിനെ ഒടുക്കിക്കളയാനായിട്ട് സാത്താൻ തക്കം പാർക്കുന്നതും, പിന്നെ കർത്താവ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള ആ 3.5 വർഷക്കാലം, ആ 3.5 വർഷത്തിൻ്റെ തുടക്കത്തിൽ സ്വർഗത്തിലൊരു യുദ്ധം, അവിടെ മിഖായേലിൻ്റെ നേതൃത്വത്തിലുള്ള ദൂതന്മാർ സാത്താനെയും അവൻ്റെ ദൂതന്മാരെയും, അതായത് സാത്താനെയും സാത്താനെയും ദുരാത്മാക്കൾ എല്ലാവരും കൂടെ ഭൂമിയിലേക്ക് തള്ളിയിടുന്നതും, 2ാം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിടുന്നതൊക്കെ നമ്മൾ കാണുന്നു. അവിടെ ഭൂമിയിലേക്ക് തള്ളിയിടുമ്പോൾ അവൻ ആദ്യം ഇസ്രായേലിനെ പീഡിപ്പിക്കാൻ നോക്കുന്നു, ഇസ്രായേലിനെ ദൈവം പോഷിപ്പിക്കുന്നു, രക്ഷിക്കുന്നു. പിന്നെ ദൈവമക്കൾക്ക് നേരെയുള്ള അവൻ്റെ ക്രോധം ആളിക്കത്തുന്ന കാര്യമൊക്കെ നമ്മളവിടെ 12ാം അധ്യായത്തിന് അവസാനത്തെ വാക്യങ്ങളിലൊക്കെ വായിച്ചിട്ട് 13ാം അധ്യായത്തിൽ നമ്മൾ അവിടെ 2 മൃഗങ്ങളെയാണ് കാണുന്നത്. 2 മൃഗങ്ങൾ, ബീസ് നമ്പർ 1, ബീസ് നമ്പർ 2. അവിടെ 1ാമത്തെ മൃഗം യേശുക്രിസ്തു, 2ാമത്തെ മൃഗം കള്ളപ്രവാചകൻ. അവിടെ സാത്താൻ എല്ലാ തരത്തിലും കർത്താവിനെ അനുകരിക്കാൻ നോക്കുന്നു, ദൈവത്തെ അനുകരിക്കാൻ നോക്കുന്നു. അപ്പം ദൈവത്തിൽ തൃത്വമുണ്ട്. ഇന്ന് പല ക്രിസ്ത്യാനികളും ദൈവത്തിൽ യേശുനാമക്കാരെന്ന് പറയുന്ന സഹോദരങ്ങളൊക്കെ ദൈവത്തിൽ തൃത്വമില്ലെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എന്നാൽ സാത്താൻ ഇങ്ങനെ ദൈവവചനമൊക്കെ അവരെക്കാട്ട് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് സാത്താൻ അറിയാൻ ദൈവത്തിൽ തൃത്വമുണ്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് സാത്താനും ഒരു തൃത്വം അനുകരിക്കുന്ന ഒരു കാര്യം നമ്മളിവിടെ നമ്മുടെ ഈ ഇവിടെ 13ാം അധ്യായത്തിൽ കാണുന്നു. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നുള്ള ദൈവത്തിലുള്ള തൃത്വം പോലെ സാത്താൻ്റെ തൃത്വമാണ് സാത്താൻ, യേശുക്രിസ്തു, കള്ളപ്രവാചകൻ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സാത്താൻ ആകുന്ന മഹാസർപ്പം. പിന്നെ യേശുക്രിസ്തു, ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായിട്ട് ക്രിസ്തുവിനെ അനുകരിച്ചുകൊണ്ട്, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി എല്ലാവരും യേശുവിനെ ആരാധിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് ആനയിക്കുന്നത് പോലെ ഇവിടെ കള്ളപ്രവാചകൻ എല്ലാവരും യേശുക്രിസ്തുവിനെ ആരാധിക്കാനായിട്ട് ആനയിക്കുന്ന ഒരു കാര്യം, ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ വെളിപാട് 13ാം അധ്യായത്തിന് ആദ്യത്തെ 9 വാക്യങ്ങളിൽ നമ്മൾ ഈ ബീസ് നമ്പർ 1, ചെസ് നമ്പർ 1 എന്നൊക്കെ പറയുന്നത് പോലെ ബീസ് നമ്പർ 1, 1ാമത്തെ മൃഗത്തിൻ്റെ കാര്യങ്ങൾ വായിച്ചു. 10 കൊമ്പുണ്ട്. അപ്പം ഈ മൃഗങ്ങളെ തിരിഞ്ഞു പോകരുത്. ആദ്യത്തെ മൃഗത്തിന് 10 കൊമ്പ്, 2ാമത്തെ മൃഗത്തിന് 2 കൊമ്പ്. അപ്പോൾ 2 കൊമ്പെന്ന് പറയുന്നത് കുഞ്ഞാട്ടിനെ അനുകരിക്കാൻ വേണ്ടിയുള്ള 2 കൊമ്പാണെന്നുള്ള കാര്യമൊക്കെ നമ്മൾ 11ാമത്തെ വാക്യത്തിൽ കണ്ടു. എന്നാൽ അവൻ സംസാരിക്കുമ്പോഴത്തേക്കും, വാ തുറക്കുമ്പോഴത്തേക്കും ആ സർപ്പം പോലെ സംസാരിക്കുന്നത്. കൊമ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, ഇങ്ങനെ കുഞ്ഞാടിൻ്റെ പോലെ 2 കൊമ്പൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ വാ തുറക്കുമ്പോഴാണ് സാത്താൻ്റെ മൗത്ത് പീസാണ്, സാത്താൻ്റെ വായയാണ് ഇവൻ സംസാരിക്കുന്നതെന്നുള്ള കാര്യം ജ്ഞാനമുള്ളവർക്ക് മനസ്സിലാവുന്ന. ഭൂവാസികളായിട്ടുള്ളവരെല്ലാം വഞ്ചിക്കപ്പെടും. സ്വർഗീയവാസികളായിട്ടുള്ള വിശുദ്ധന്മാർക്കെതിരെയാണ് അവൻ യുദ്ധം ചെയ്യുന്നത്. സ്വർഗീയവാസികൾ എന്ന് പറയുമ്പോൾ അവർ ഭൂമിയിൽ താമസിക്കുന്നവരാണ്, എന്ന് അവർ സ്വർഗത്തിലാണ് അവരുടെ പ്രാണൻ, അവരുടെ മനസ്സ് സ്വർഗത്തിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവർ കർത്താവിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുന്നു. കർത്താവിൻ്റെ ധീര പടയാളികളായിട്ട് അന്ത്യകാല വിശ്വാസികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവർ പലരും രക്തസാക്ഷിത്വം വരിക്കുന്ന ഒരു കാര്യമൊക്കെയാണ് നമ്മൾ കണ്ടത്. അതായത് അവരെ അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്ത് അവരെ ജയിക്കുവാനും, അവരുടെ ആത്മാവിനോ ദേഹിയോ അവന് ജയിക്കാൻ സാധിച്ചില്ലെന്നാൽ അവരുടെ ദേഹത്തെ ജയിച്ചു. ദേഹത്തെ ജയിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? അവർ കൊല്ലുന്നു. അപ്പം ഇങ്ങനെ ദേഹത്തെ കൊല്ലുന്നവനെ പേടിക്കേണ്ടെന്ന് കർത്താവ് പറഞ്ഞ കാര്യമൊക്കെ നമുക്ക് മത്തായി 10ാം അധ്യായത്തിലെ ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പം ദേഹത്തെ ജയിക്കുന്നു, അതിന് അധികാരം ലഭിച്ചു. 7ാമത്തെ വാക്യത്തിൽ സകല ഗോത്രത്തിന്മേലും വംശത്തിന്മേലും ഭാഷമേലും ജാതിമേലും അധികാരവും ലഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നു. അതിനുശേഷം നമ്മൾ 11ാമത്തെ വാക്യം മുതൽ ഈ മറ്റൊരു മൃഗം നമ്പർ 2, അതായത് അവൻ എവിടെ നിന്നാണ് വരുന്നത്? അവൻ ഭൂമിയിൽ നിന്ന് കയറി വരുന്നത് കണ്ടത് നമ്മൾ വായിച്ചു. അപ്പം 1ാമത്തെ മൃഗം അവൻ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് കണ്ടെന്ന് നമ്മൾ 13:1 വായിക്കുന്നു. അപ്പം സമുദ്രം എന്ന് പറയുന്നത് ജലങ്ങൾ, വെള്ളങ്ങൾ, ജാതികളെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് വെളിപാട് 17:15 നമ്മൾ കാണുന്നുണ്ട്. അപ്പം ജാതീയനായ ഒരു മനുഷ്യനായിരിക്കണം യേശുക്രിസ്തു, അതായത് യഹൂദനല്ലാത്തൊരു മനുഷ്യനായിരിക്കണം എന്ന്. ഈ കള്ളപ്രവാചകൻ യഹൂദനായിട്ടുള്ളൊരു മനുഷ്യനായിരിക്കണം, ഒരു ജ്യൂ ആയിരിക്കും എന്നുള്ളൊരു കാര്യം നമ്മൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ഇവൻ ഈ 2ാമത്തെ മൃഗം, അതായത് കള്ളപ്രവാചകൻ യേശുക്രിസ്തുവിനെ മുമ്പിൽ വെച്ച് ഈ തൻ്റെ അധികാരമൊക്കെ പയറ്റ് നോക്കുന്ന കാര്യമൊക്കെ 12ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ
എല്ലാ ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും. 12-ാമത്തെ വാക്യം, മരണകരമായ മുറിവ് പുറത്തുപോയ ഒന്നാം മൃഗമെന്ന് വീണ്ടും വീണ്ടും എടുത്ത് പറയുമ്പം അത് വലിയൊരു കാര്യമാക്കി. എന്തോ മരിച്ചു ഉയർത്തെഴുന്നേറ്റവനായ യേശുക്രിസ്തു എന്ന് പറയുന്ന വണ്ണം ഇത് ക്രിസ്തുവും ഒരു മരണകരമായ മുറിവ് എന്ന വണ്ണം ഒരു കാര്യമൊക്കെ ഉണ്ടാക്കി അതിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് തോന്നിക്കത്തക്ക വണ്ണം അവൻ അങ്ങ് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. അപ്പം അത് നമ്മളിപ്പം യേശു കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റു, തുറന്ന കല്ലറ കർത്താവിനെ ആരാധിക്കുമെന്ന് പറയുന്നത് പോലെ ഇത് ക്രിസ്തുവും മരിച്ചു എന്ന് വെച്ച് തീർക്കുന്ന വണ്ണം ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച് മരണകരമായ ഒരു മുറിവൊക്കെ കാണിച്ചു വെച്ചിട്ട് അതിൽ നിന്ന് ജയിച്ചു വരുന്നതായിട്ടൊരു കാര്യം, എന്തോ ഒരു പുനരുദ്ധാനത്തിൻ്റെ ഒരു മിമിക്രി, ഒരു അനുകരണം അവിടെ നടക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആ വചനങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. എക്സാക്ട്ലി എന്താ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം അന്ന് അന്ത്യകാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ അത് താമസിയാതെ വെളിപ്പെടുമല്ലോ എന്നുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ആ എക്സാക്ട് ഡീറ്റെയിൽസൊക്കെ ആ കാര്യങ്ങൾ നടക്കുമ്പോഴായിരിക്കും വചനത്തിൽ എത്ര എക്സാക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതൊരു നിഴലായിട്ട് ചില പ്രതീകങ്ങളായിട്ട് നമുക്ക് ദൈവാത്മാവ് നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യങ്ങൾ നമുക്കത് ചിന്തിക്കാം എന്നുള്ളതാണ്. പിന്നെ 13-ാമത്തെ വാക്യത്തിൽ അവൻ്റെ അതീന്ദ്രിയമായ ശക്തികൾ, സൂപ്പർ നാച്ചുറൽ പവേഴ്സ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുന്നു. പിന്നെ 14-ാമത്തെ വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ആ എക്സ്പ്ലനേഷനൊക്കെ കണ്ടു. മൃഗത്തിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുവാൻ തനിക്ക് ബലം കിട്ടിയ അടയാളം കൊണ്ട്, ദൈവം കൊടുത്ത ബലമാണ്, ബലം കിട്ടിയ, ഇറ്റ് വാസ് ഗിവൺ ഹിം ടു പെർഫോം, ആ ഒരു ദൈവം അനുവദിച്ചു എന്നുള്ളൊരു കാര്യം നമ്മളതിൻ്റെ 14-15 വാക്യങ്ങളിലും ഈവൻ 5-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും എല്ലാം ഗിവൺ 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 ഗിവൺ, കൊടുത്തു, ലഭിച്ചു, കൊടുത്തു, കിട്ടി, ബലം കിട്ടി എന്നുള്ള ആ ദിദമേ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത്. അത് ദൈവം അനുവദിക്കുന്നു. ദൈവം അനുവദിക്കാതെ ഒരാൾക്കും ഒരു അധികാരമില്ല. പിലാത്തോസിന് മുമ്പാകെ കർത്താവ് പറഞ്ഞതുപോലെ, പിതാവ് അനുവദിച്ചിട്ടില്ലാതെ നിനക്ക് എൻ്റെ മേൽ യാതൊരു അധികാരവും ഇല്ല എന്ന് കർത്താവ് ധൈര്യത്തോടെ പറഞ്ഞതുപോലെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു കൺട്രോളും ഇല്ലാതെ പോകുന്നതുപോലെ നമുക്ക് തോന്നുമെങ്കിൽ പോലും ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മുടെ തലമുടി പോലും കർത്താവ് എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല അതിന് ഓരോന്നിനൊരു നമ്പർ കൊടുത്തിട്ടുണ്ടെന്നാണ് നമ്മൾ ലൂക്കോസ് 12:7 മത്തായി 10:30 ഒക്കെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അത്രയധികം നമ്മളെ കരുതുന്നവനായ ഒരു പിതാവ്, ആ കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ മറഞ്ഞിരിക്കുക പെയ്യൻ സൂത്രം എല്ലാം മുറ്റും വെറുതെ എന്നൊക്കെ നമ്മളിപ്പം പാടി. കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ നമ്മൾ മറഞ്ഞിരിക്കുകയാണ്. അപ്പം പിശാചിന് ഇപ്പം എന്തെല്ലാം സൂത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ പ്രയോഗിച്ചാലൊക്കെ വൃഥാവിലാണ്, വെറുതെ അവൻ ചമ്മിപ്പോകത്തേ ഉള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ കർത്താവിൻ്റെ ഉള്ളം കരത്തിൽ തന്നെ അങ്ങ് മറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് ചാടിപ്പോകാൻ നമ്മൾ നോക്കരുതെന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മളിപ്പം 15-ാമത്തെ വാക്യം, അപ്പം 14-ാമത്തെ വാക്യം നമ്മൾ അടയാളം കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കുകയും, അത് ഭൂവാസികളെയാണ് തെറ്റിക്കുന്നത്. അപ്പം അതാണ് നമ്മളെപ്പോഴും ആ സ്വർഗത്തിൽ തന്നെ നമ്മളുടെ മനസ്സ് സെറ്റ് ചെയ്യുവിൻ എന്നുള്ള ആ ഒരു ഉയരത്തിൽ ഉള്ളത് ചിന്തിക്കുവിൻ എന്നുള്ള ആ കൊളോസ്യർ 3:2 ചിന്തിക്കുവിൻ എന്ന് പറയുമ്പോൾ മനസ്സ് അവിടെ ഉറപ്പിക്കുവിൻ എന്നാണ് എൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കരുതെന്നല്ല, മറിച്ച് നമ്മുടെ മനസ്സ് അവിടെ ഉറപ്പിച്ചിട്ട് ആ സ്വർഗീയ വീക്ഷണങ്ങളിൽ കൂടാണ് നമ്മൾ ഭൂമിയിലുള്ള കാര്യങ്ങൾ, നമ്മളിപ്പം ജോലി സ്ഥലത്തെ കാര്യങ്ങളോ അടുക്കളയിലെ കാര്യങ്ങളോ പാടത്തെ കാര്യങ്ങളോ പറമ്പത്തെ കാര്യങ്ങളോ, നമ്മൾ കടയിൽ പോകുന്നു, വാഹനങ്ങൾ ഓടിക്കുന്നു, യാത്ര ചെയ്യുന്നു, വരുന്നു, പല ആൾക്കാരോട് സംസാരിക്കുന്നു, ഇടപെടുന്നു, എല്ലാം ചെയ്യുമ്പോഴും സ്വർഗീയമായ ഒരു വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങളെ കാണുവാൻ, ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും ഇവൻ ചില ഉയർച്ചകളും പ്രശംസകളും ഒക്കെ വരുമ്പോൾ കർത്താവാണെല്ലാം, എല്ലാം കർത്താവിൻ്റെതാണ്, എല്ലാം അവിടുന്നാണ് എല്ലാത്തിനും എല്ലാമായിട്ടുള്ളത്, അവിടുത്തെ നിയന്ത്രണത്തിനാണ് എല്ലാം എന്നുള്ള ആ ഒരു സ്വർഗീയമായ വീക്ഷണകോണിൽ കൂടെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്ന വലിയ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതൊരു 5 വർഷത്തിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ വലിയ ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഒരു ദീർഘകാല വീക്ഷണകോണി, ഒരു സ്വർഗീയമായ ഒരു ഉന്നതമായിട്ട് വീക്ഷണകോണിൽ കൂടെ കാണുമ്പോൾ നമുക്ക് വലിയ കാര്യങ്ങൾ തോന്നുന്ന കാര്യങ്ങളൊക്കെ എല്ലാം ചോട്ട കാര്യങ്ങളാണെന്ന് മനസ്സിലാവും. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമിയിലുള്ള വലിയ വലിയ മണിമാണികളൊക്കെ സോപ്പ് പെട്ടികൾ മാതിരി അല്ലെങ്കിൽ തീപ്പെട്ടി മാതിരിയേ ഉള്ളൂ എന്ന് പറയത്തക്ക വണ്ണം നമ്മളും ഔന്നത്യത്തിൽ ആ ഒരു ഐസാൽറ്റ് അനോയിന്റ് യുവർ ഐസ്, കണ്ണിന് കാണുവാൻ ലേബു എന്നൊക്കെ നമ്മൾ വെളിപാട് 3:18 കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു. ആ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആ ഒരു ആന്തരികമായ ഒരു കാഴ്ചയിൽ സ്വർഗീയമായ കർത്താവ് കാണുന്നത് പോലെ സ്വർഗീയമായ വീക്ഷണകോണിൽ കൂടെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് വലിയൊരു സമാധാനവും സംതൃപ്തിയും ഒരു സ്വസ്ഥതയും ഒക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അവൻ ഭൂവാസികളെ തെറ്റിക്കുന്നു. 14-ാമത്തെ വാക്യം, വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന്, വീണ്ടും അത് പറയുന്നുണ്ട്. അപ്പം വലിയൊരു എംഫസിസ് അവിടെ അന്നത്തെ സമയത്ത് ഈ ഒരു ക്രിസ്തുവിന് പുനരുദ്ധാനം എന്ന വണ്ണം, യഥാർത്ഥത്തിൽ പുനരുദ്ധാനം ചെയ്യാൻ കർത്താവിനെ ജീവൻ നൽകാൻ സാധിക്കുകയുള്ളൂ. അതിന് ഇനി എത്ര ക്ലോണിങ്ങോ എന്തെല്ലാം AI ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ എന്ന് പറഞ്ഞാലും ജീവൻ നൽകാൻ കർത്താവിനെ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിൻ്റെ ഒരു അനുകരണം എന്ന് പറഞ്ഞാൽ ഉള്ള എന്തോ ഒരു വ്യാജ അനുകരണം ആണ് അവൻ ചെയ്യുന്നത്. അപ്പം വാളാൽ മുറിവേറ്റിട്ടും ജീവിച്ച മൃഗത്തിന് പ്രതിമ ഉണ്ടാക്കുവാൻ ഭൂവാസികളോട് പറയുകയും ചെയ്യുന്നു. അപ്പം പരിശുദ്ധാത്മാവ് യേശുവിനൊരു സ്തോത്രത്തിൻ്റെ സിംഹാസനം ഒരുക്കുവാൻ
നമ്മളെ സങ്കീർത്തനം 22:3 സ്തോത്രത്തിൻ്റെ സിംഹാസനം, സ്തുതിയുടെ സിംഹാസനം നമ്മൾ വായിക്കുന്നപ്പം പരിശുദ്ധാത്മാവ്, സ്തുതിയുടെ ആത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞ് യേശുവിൻ്റെ സ്തോത്രത്തിൻ്റെ സിംഹാസനം ഒരുക്കുന്നത് പോലെ ഇവിടെ കള്ളപ്രവാചകൻ എന്താ ചെയ്യുന്നത്? അവന് ഈ ഭൂവാസികളോട് പറഞ്ഞ് ഈ ക്രിസ്തുവിനൊരു പ്രതിമ ഉണ്ടാക്കുവാൻ, നെബൂഖദ്നേസർ തനിക്കായിട്ട് തന്നെ വലിയൊരു പ്രതിമ ഉണ്ടാക്കിയതുപോലെ അത് പ്രതിമ ഉണ്ടാക്കാൻ പറയുന്നു. അന്ന് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒക്കെ അതിനെതിരായിട്ട് നിന്ന് അവർ ചങ്കൂറ്റത്തോടെ നിന്നതുപോലെ കർത്താവിന് വേണ്ടി അന്നും അന്ത്യകാല വിശ്വാസികൾ നിൽക്കുവാനൊരു റെമനൻ്റ്, ഒരു ശേഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വചനത്തിൽ കാണുന്നത്. പിന്നെ 15-ാമത്തെ വാക്യം, ഇപ്പം 15-ാമത്തെ വാക്യം വെറുതെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ വാക്യം 15, മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിന്റെ പ്രതിമയ്ക്കും ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇത് ആശ്ചര്യകരം തന്നെ. സൃഷ്ടിപ്പിനെ തന്നെ അനുകരിക്കുന്ന ഗംഭീര അമാനുഷികമായ വഞ്ചനയാണ് ഇവിടെ അരങ്ങേറുന്നത്. മനുഷ്യൻ ഇന്ന് പരീക്ഷണശാലയിൽ ജീവനെ സൃഷ്ടിക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ്. ക്ലോണിങ്ങിലൂടെ പുതിയ മൃഗങ്ങളെ അവൻ സൃഷ്ടിച്ചു കഴിഞ്ഞു. ആളുകൾ വഞ്ചിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുക തന്നെ ചെയ്യും. മൃഗത്തിന്റെ പ്രതിമയ്ക്കും ശ്വാസം കൊടുക്കുവാനും അതിനെ സംസാരിക്കുമാറാക്കുവാനും വ്യാജ പ്രവാചകന് ദൈവം അനുവാദം കൊടുക്കും. ഇത് മനുഷ്യന്റെ കമ്പ്യൂട്ടർവൽകൃത അനുകരണമോ സാത്താന്റെ മായാജാലമോ വഞ്ചനയോ എന്തോ ആണ്. ഈ പ്രതിമയെ യെരുശലേം ദേവാലയത്തിൽ തന്നെ പ്രതിഷ്ഠിക്കാനാണ് സാധ്യത. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് യേശു പരാമർശിച്ചിരിക്കുന്നത് ഇതാണ്. മത്തായി 24:15. മഹാനായ അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിൽ സംഭവിച്ച കാര്യം ദാനിയേൽ 11 വിവരിച്ചിരിക്കുന്നു. റോമൻ സാമ്രാജ്യം ലോകാധിപത്യം കൈവശമാക്കുന്നതിന് തൊട്ടു മുമ്പ് അലക്സാണ്ടറുടെ സാമ്രാജ്യം 4 ജനറൽമാർ വിഭജിച്ച് എടുത്തു. ഇതിൽ സിറിയയും ഈജിപ്തും ഭരിച്ചിരുന്ന ജനറൽമാരായിരുന്നു ശക്തർ. അവർ സിറിയ എന്ന വടക്കൻ രാജ്യത്തിന്റെ അധിപതി. അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം നിർത്തൽ ചെയ്തു ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. ദാനിയേൽ 11:31. BC 175 അടുത്ത് സിറിയൻ ഭരണാധികാരി അന്ത്യോക്യോസ് എപ്പിഫാനസ് യെരുശലേമിൽ വരികയും ദേവാലയത്തിലെ ഹോമയാഗം നിർത്തലാക്കി യാഗപീഠത്തിൽ ഒരു പന്നിയെ ബലി കഴിച്ച് അശുദ്ധമാക്കുകയും ചെയ്തു. ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമ ദേവാലയത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുകയും ഉണ്ടായി. ഇതാണ് ദാനിയേൽ 11 പറഞ്ഞിരിക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത. എന്നാൽ യേശു പറഞ്ഞത് അന്ത്യകാലത്ത് ഇതിന്റെ ഒരു ആവർത്തനം ഉണ്ടാകും എന്നാണ്. വരാൻ പോകുന്ന എതിർക്രിസ്തുവിന്റെ ഒരു നിഴലായിരുന്നു അന്ത്യോക്യസ് എപ്പിഫാനസ്. അതുകൊണ്ട് ദാനിയേൽ 11:32 വാക്കുകൾ എതിർക്രിസ്തുവിന്റെ പ്രവൃത്തികളെയാണ് ചിത്രീകരിക്കുന്നത്. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോയെ പോലെ ദൈവത്തെ അറിയുന്നവർ മാത്രം അക്കാലത്ത് നിവരെ നിൽക്കും. ബാക്കി എല്ലാവരും എതിർക്രിസ്തുവിന്റെ മൃദുലമായ മുഖസ്തുതി വാക്കുകൾക്ക് മുമ്പിൽ വീണുപോകും. ആ കാലത്ത് ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. വാക്യം 33. ദൈവവചനത്തെ കുറിച്ച് വെളിപ്പാടുള്ളവർ ഇത് പ്രവചന നിവൃത്തിയാണെന്ന് അന്ന് ആളുകൾക്ക് വിശദീകരിച്ചു കൊടുക്കും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. 35 വാക്യം. ദാനിയേൽ 11:36 മുതൽ 45 വരെ 5 കാണുന്ന പരാമർശം വ്യക്തമായും എതിർക്രിസ്തുവിനെ കുറിച്ചാണ്.
രാജാവോ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. അവൻ തന്നെത്താൻ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവത്തിന്റെ നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുമ്പോളം അവന് സാധിക്കുകയും ചെയ്യും. അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. പട്ടാള ശക്തി കൊണ്ടുള്ള ഭരണം. അവൻ ഒരു അന്യദൈവത്തിന്റെ സാത്താൻ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിന്മേൽ ആക്കി വയ്ക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. അവൻ മനോഹര ദേശത്തിലേക്കും, അതായത് ഇസ്രയേൽ, കടക്കും. അവിടെ അവൻ അന്തരിക്കും. ആരും അവനെ രക്ഷിക്കുകയും ഇല്ല. 2 തെസ്സലോനിക്കർ 2-2 നാം എതിർക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് വായിക്കുന്നു. സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കിലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത് കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ സുബോധം വിട്ട് വേഗത്തിൽ ഇളകുകയും ഞെട്ടിപ്പോവുകയും അരുത്. ആരും ഏത് വിധേനയും നിങ്ങളെ ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം, അതായത് വിശ്വാസത്തിൽ നിന്നുള്ള വീഴ്ച സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ, അതായത് ക്രിസ്തു വെളിപ്പെടുകയും വേണം. വാക്യം 1 മുതൽ 3 വരെ. ദൈവഭക്തിയുള്ള ജീവിതത്തിലേക്ക് യേശുവും അപ്പോസ്തലന്മാരും ലോകത്തിന് നൽകിയ സന്ദേശം അതായിരുന്നല്ലോ. നമ്മെ നടത്തുന്ന വിശ്വാസത്തിൽ നിന്നുള്ള പതനമാണ് വിശ്വാസത്യാഗം. അത് ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇസ്കരിയോത്തായ യൂദായെ യേശു നാശയോഗ്യൻ എന്ന് വിളിച്ചിട്ടുണ്ട്. കാരണം സാത്താൻ അവനിൽ പ്രവേശിച്ചിരിക്കുന്നു. എതിർ ക്രിസ്തുവിനെയും അങ്ങനെ വിളിച്ചിരിക്കുന്നതിന്റെ കാരണം അവനിലും സാത്താൻ കടക്കും എന്നുള്ളതിനാലാണ്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തും. വാക്യം 4. ദൈവത്തിന്റെ സമയത്തിന് മുൻപ് എതിർ ക്രിസ്തു വെളിപ്പെടാതെ തടയുന്നത് അന്ത്യകാലത്തെ സഭയിലെ ജയാളികളിലൂടെ വെളിപ്പെടുത്തുന്ന പരിശുദ്ധാത്മ ശക്തിയാണ്. 6-ാം വാക്യം. 7-ാം വാക്യത്തിൽ തുടർന്ന് വായിക്കുന്നത് പ്രയാസമുണ്ട്, വായിക്കാവൂ? വായിക്കാം, ഞാൻ തന്നെ വായിക്കാം. അതെ, ജഗുവിന് വായിക്കാൻ പ്രയാസമാണെങ്കിൽ സിസ്റ്റർ വായിച്ചാലും കുഴപ്പമില്ല. കണ്ണ് ലെൻസിന്റെ പ്രയാസമുണ്ട്, വായിക്കാം. അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ വായിച്ചാട്ടെ. തുടർന്ന് നാം 7-ാം വാക്യത്തിൽ തുടർന്ന് നാം വായിക്കുന്നത് അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ, അതായത് സാത്താന്റെ ശക്തിയെ തടഞ്ഞു നിർത്തുന്ന പരിശുദ്ധാത്മാവ് വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. എതിർ ക്രിസ്തു വെളിപ്പെടേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് അതിന്റെ തടുത്തു നിർത്തുന്ന സ്വാധീനം പിൻവലിക്കും. എതിർ ക്രിസ്തുവിന്റെ പ്രത്യക്ഷത സാത്താന്റെ സകല ശക്തിയോടും അടയാളങ്ങളോടും, അതായത് വ്യാജമായത്, അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും ആയിരിക്കുമെന്ന് 9-10 വാക്യങ്ങളിൽ പറയുന്നു. അമാനുഷികമായ അടയാളങ്ങളും അത്ഭുതങ്ങളും ധാരാളമായി ഉണ്ടായിരിക്കും. ആളുകളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി മാത്രമാണ് അത്. 10-11 വാക്യങ്ങളിൽ പറയുന്നത് ആളുകൾ വഞ്ചിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കും എന്ന് തന്നെയാണ്. തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർ സത്യത്തെ സ്നേഹിച്ചില്ല എന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ട് അന്ത്യകാലത്തെ അത്ഭുതങ്ങളെയും അമാനുഷികമായ അടയാളങ്ങളെയും തങ്ങളുടെ ജീവിതത്തിലെ പാപങ്ങളിൽ നിന്ന് വിടുതൽ നേടാൻ താല്പര്യമില്ലാത്തവർ ചതിക്കപ്പെടുവാനുള്ള മുഖാന്തരങ്ങളായി തീരുവാൻ ദൈവം അനുവദിക്കും എന്ന് വ്യക്തം.
നമ്മെ സംബന്ധിച്ച സത്യത്തെ സ്നേഹിക്കുകയും പാപത്തിൽ നിന്നുള്ള വിടുതലിനായി മുഴു ഹൃദയത്തോടെ അന്വേഷിക്കുകയും ചെയ്താൽ മാത്രമേ വഞ്ചനയിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് കഴിയൂ. അന്ത്യകാലത്തെ ചതിയിൽ നിന്നുള്ള ഏക സംരക്ഷണം ഇത് മാത്രമാണ്. ആളുകൾ ആരാധിക്കുന്ന സംസാരിക്കുന്ന പ്രതിമയെക്കുറിച്ച് വെളിപ്പാട് 13:15 നാം കാണുന്നു. ടെലിവിഷനുകളിലും വീഡിയോ ചിത്രങ്ങളിലും സംസാരിക്കുന്ന പ്രതിച്ഛായകൾ ഇന്ന് നമുക്കുണ്ട്. ലോകമെങ്ങുമുള്ള ആളുകൾ മണിക്കൂറുകൾ അവയ്ക്ക് മുമ്പിൽ ഹോമിച്ച് ഇന്ന് TV ആരാധിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കോ വേദപുസ്തക പഠനത്തിനോ ദൈവത്തിനോ വേണ്ടി മാറ്റിവെക്കുവാൻ അവർക്ക് ഒട്ടും സമയമില്ല. ഈ TV ആരാധനയെ എതിർ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിനുള്ള തയ്യാറെടുപ്പായാണ് കാണേണ്ടത്. ക്രിസ്തുവിനോട് ഭക്തി ഇല്ലെങ്കിലും ദൈവഭക്തിയുടെ വേഷം മാത്രമുള്ള ക്രിസ്തീയ ഗോളത്തിലെ വിശ്വാസികളെന്ന് പറയപ്പെടുന്ന പലരും ഈ സംസാരിക്കുന്ന പ്രതിരൂപങ്ങളുടെ അടിമകളായി മാറിക്കഴിഞ്ഞു. TV പ്രോഗ്രാമുകളെല്ലാം തിന്മ നിറഞ്ഞതാണെന്നല്ല ഞാൻ പറയുന്നത്. അവയിൽ പലതും നിയമാനുസൃതമായുള്ളതും ചിലത് നല്ലവയുമാണ്. എന്നാൽ നാം ഏതിനാലെങ്കിലും ഭരിക്കപ്പെടുന്നുവെങ്കിൽ അതിന്റെ അടിമയായി മാറി. ജീവനുള്ള സത്യദൈവത്തിൽ നിന്ന് അന്യമായി ഏതിനെയെങ്കിലും നാം ആരാധിക്കുന്നുവെങ്കിൽ നാം വിഗ്രഹാരാധികളായി തീർന്നു കഴിഞ്ഞു. ഇതിനാലെല്ലാം സാത്താൻ ലോകത്തെ എതിർ ക്രിസ്തുവിന്റെ വെളിപ്പാടിനായി ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യവും അതിന്റെ വിശദീകരണം സൈക്കുനമ്പതിന്റെ അന്തിമ വിജയം എന്നുള്ള പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മളവിടെ കാണുന്നുണ്ട്, കൗതുകകരമായ പല കാര്യങ്ങൾ. അത് 15-ാമത്തെ വാക്യത്തിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ, അതായത് മൃഗത്തിൻ്റെ പ്രതിമ ഇത് ക്രിസ്തുവിൻ്റെ പ്രതിമയെ ഉണ്ടാക്കാനാണ് കള്ളപ്രവാചകന് ഭൂവാസികളോട് പറയുന്നതായിട്ടാണ് നമ്മൾ 14-ാമത്തെ വാക്യത്തിൽ വായിച്ചത്. അപ്പോൾ ഈ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിന്, അത് വെറുതെ ഒരു നമ്മൾ വിഗ്രഹങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ വചനത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നാൽ സാത്താന് അതിനെയും വെല്ലുന്ന രീതിയിൽ ഈ പ്രതിമയെ കൊണ്ട് സംസാരിപ്പിക്കാൻ പോകുന്ന തരത്തിലുള്ള പ്രതിമ, അതിപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നും ഒക്കെയുള്ള പല കാര്യങ്ങളുമൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അതെല്ലാം അവസാനം എത്തിച്ചേരുന്നത് ഇതുപോലൊക്കെയുള്ള പല കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേരും. ഇതിലും വലിയ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനിയും വരും ദിവസങ്ങളിലൊക്കെ കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ ഈ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെയൊക്കെ, അതായത് നെബൂഖദ്നേസറിൻ്റെ സമയത്ത് നെബൂഖദ്നേസറിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്ത ശദ്രക് മേശക് അബേദ്നെഗോ എല്ലാം തീ പിടിച്ചിട്ടെന്ന് പറഞ്ഞതുപോലെ ഇവരെ ഈ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെയും കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുക എന്നുള്ള ആ ട്രാൻസ്ലേഷൻ, ന്യൂമ എന്നുള്ള വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇംഗ്ലീഷിൽ ഗിവ് ബ്രത്ത് ടു ദ ഇമേജ് ഓഫ് ദ ബീസ്റ്റ്, KJV ഗിവ് ലൈഫ്. അപ്പം NASBയിലുള്ള ട്രാൻസ്ലേഷൻ കുറച്ചുകൂടെ ആക്യുറേറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിനെ കൊടുക്കാൻ സാത്താന് സാധിക്കുമെന്ന് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കണം. ന്യൂമ എന്നുള്ള വാക്കിന് ആത്മാവെന്നുള്ളൊരു അർത്ഥമുണ്ട്. തീർച്ചയായിട്ടും ആത്മാവെന്നുള്ള വാക്കിന് ന്യൂമ എന്നുള്ളതാണ് ഗ്രീക്കിലെ പദം. എന്നാൽ ന്യൂമ എന്നുള്ള വാക്കിന് ബ്രത്ത്, ശ്വാസം എന്നുള്ളൊരു അർത്ഥമുണ്ട്. അപ്പം ശ്വാസം എന്നുള്ളൊരു അർത്ഥം നമ്മളിവിടെ ചിന്തിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശ്വാസം കൊടുക്കുവാൻ, ഈ പ്രതിമയ്ക്ക് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കുവാൻ എന്നുള്ളതിനെക്കാട്ടിലും ശ്വാസം കൊടുക്കുക എന്നുള്ളതായിരിക്കും കുറച്ചുകൂടെ സന്ദർഭോചിതമായ ഒരു പരിഭാഷയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ശ്വാസം കൊടുക്കുവാൻ അതിന് ബലം ലഭിച്ചു. അതിന് ഇറ്റ് വാസ് ഗിവൺ ടു ഹിം, ഇറ്റ് വാസ് ഗിവൺ ടു ഹിം ടു ഗിവ് ബ്രത്ത്. ആ ഗിവൺ ദിദിമേ എന്നുള്ള ആ ഗ്രീക്ക് പദം ഇവിടെ ഈ 15-ാമത്തെ വാക്യത്തിലും 14-ാമത്തെ വാക്യത്തിലും പിന്നെ നമ്മുടെ 5-ാമത്തെ വാക്യത്തിലും 7-ാമത്തെ വാക്യത്തിലും എന്നെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടു. ദൈവം അനുവദിച്ചു. ദൈവം വഞ്ചിക്കപ്പെടുവാനായിട്ട് വ്യാജത്തിൻ്റെ വ്യാപാര ശക്തിയെ അയക്കുന്നതൊക്കെ നമ്മൾ ഇപ്പോൾ 2 ദിവസമുള്ള 2-ാം അധ്യായത്തിലെ ആ വാക്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും വായിച്ച് കേട്ടു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, അപ്പോൾ ആ പ്രതിമയ്ക്ക് ശ്വാസത്തെ കൊടുക്കുവാൻ ഒരു ദൈവം തന്നെ അതിനെ അനുവദിച്ചു. അങ്ങനെയൊക്കെയുള്ള ചില കണ്ടുപിടുത്തങ്ങളും ചില വഞ്ചനകളും ഒക്കെ നടക്കാൻ ദൈവം തന്നെ അനുവദിക്കുന്നു. അപ്പോൾ സത്യത്തെ സ്നേഹിക്കാത്തവരെല്ലാം ഇതിൻ്റെ പിന്നാലെ, ഈ വ്യാജത്തിൻ്റെ പിന്നാലെ അങ്ങ് പോവും. എന്നാൽ സത്യത്തെ സ്നേഹിക്കുന്നവർക്ക് അവരെ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം അവർ സത്യത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സത്യം, ദൈവവചനമാകുന്ന സത്യം, യേശു തന്നെ സത്യമാണ്. വചനവും വഴിയും സത്യവും ജീവനും താനാണെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുവാകുന്ന സത്യത്തെയും യേശുവിൻ്റെ വചനമാകുന്ന സത്യത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം കാണിച്ചു തരുന്ന ആ സത്യത്തെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് അവർക്ക് ഇക്കാര്യങ്ങളിലൊരു ജ്ഞാനം ലഭിക്കും. ഇത് വഞ്ചനയാണ്, അവർക്കൊരു വിവേചനം ലഭിക്കും.
അവർക്കൊരു കാര്യങ്ങളെക്കുറിച്ചൊരു ഡിസേൺമെൻറ്റ് ഉണ്ടാകും. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അത് ഈ പ്രതിമയെ നമസ്കരിക്കാൻ, ഇത് സംസാരിക്കുന്ന പ്രതിമയോ ഇനി എങ്ങനെയുള്ള പ്രതിമയായാലും നമസ്കരിക്കാൻ പോകുന്നില്ല എന്നുള്ളത് അന്നത്തെ സ്വർഗീയവാസികളായ വിശുദ്ധന്മാർ അവരൊരു നിലപാടെടുക്കും. അവരാണ് വാളിനിരയാകുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ആ 7ാമത്തെ വാക്യത്തിലൊക്കെ തന്നെ നമ്മൾ വായിച്ചത്. അപ്പോൾ ആശ്ചര്യകരമായ ഒരു കാര്യം നമ്മളിപ്പോൾ ഞാൻ ആ അന്തിമവചന പുസ്തകത്തിലെ അതിൽ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള ആ ഒരു പ്രോഫസീസിൻ്റെ ഫുൾഫിൽമെൻ്റൊക്കെ ആ പുസ്തകം കയ്യിലുള്ളവർക്ക് അത് ഒന്നുകൂടെ ഒന്ന് ഫോളോ ചെയ്താൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം ഇനിയിപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഈ വെളിപാട് പുസ്തകത്തിൻ്റെ പഠനം കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പക്ഷേ ആ ഒരു ഫ്രം ബാബിലോൺ ടു ജെറുസലേം എന്നുള്ള ആ ഒരു ബൈബിൾ സ്റ്റഡിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകമൊക്കെ നമ്മൾ കവർ ചെയ്യുമായിരിക്കും. അപ്പം ഈ ദാനിയേലിൻ്റെ പുസ്തകത്തിലുള്ള ഈ പ്രവചനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇപ്പോഴേ ഒന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് നമുക്കത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അത് സഹായിക്കുമല്ലോ. ഇപ്പോൾ ആ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ഇത് ക്രിസ്തുവിനെ കുറിച്ച് ദാനിയേൽ 11-ാം അധ്യായത്തിൽ പറയുന്ന ചില പ്രവചന ഭാഗങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒന്ന് ദാനിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പം അന്തിമവചനം പുസ്തകം ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സൃഷ്ടിപ്പിനെ തന്നെ അനുകരിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള അമാനുഷിക വഞ്ചനയെക്കുറിച്ചാണ് നമ്മളിപ്പം വായിച്ചത്. ക്ലോണിങ്ങിലൂടെ മൃഗങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന മനുഷ്യൻ, പിന്നെ മനുഷ്യജീവനെ തന്നെയോ അല്ലെങ്കിൽ ഇതുപോലെ മേ ബി ഇപ്പം ആണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ വെച്ചുള്ള പല വഞ്ചനകളും കാര്യങ്ങളുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ ഉപയോഗിക്കരുതെന്നൊന്നല്ല ഞാൻ പറയുന്നത്. അത് നമുക്ക് അത് ദൈവരാജ്യമോഹത്തിനായിട്ട് അതെല്ലാം നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ സാത്താൻ ഇതൊക്കെ അവസാനം ഇതുപോലെയൊക്കെയുള്ള പല ടെക്നോളജീസും കാര്യങ്ങളുമൊക്കെ ഇതുപോലുള്ള അവസാനം പല വഞ്ചനയ്ക്കായിട്ടൊക്കെ സാത്താന് പല ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമായിരിക്കും എന്നുള്ളൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്നതെന്നല്ല, നമ്മളിപ്പം ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ടാണല്ലോ നമുക്കിപ്പോൾ ഓൺലൈൻ മീറ്റിംഗ് നടത്താൻ വെക്കുന്നത്. അപ്പം നമുക്ക് ഇത് ടെക്നോളജിയും നമുക്ക് ഉപയോഗിക്കാം. സാങ്ക്ലേർ പറയുന്നത് പോലെ എല്ലാ ഇൻവെൻഷൻസും ഡിസ്കവറീസും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടിയാണെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്ന് സാങ്ക്ലേർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു ടെക്നോളജി, ഇപ്പം സൂം ടെക്നോളജി കോവിഡിന് തൊട്ട് മുമ്പേ ആണ് ആ സൂം ടെക്നോളജി ഡിസ്കവർ ചെയ്തതെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ കോവിഡിൻ്റെ സമയത്തും ദൈവമൊക്കെ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം, അവർക്ക് സഭായോഗങ്ങൾ ഉപേക്ഷിക്കാതിരിക്കാൻ തക്കവണ്ണം ദൈവം കൊടുത്തൊരു പ്രൊവിഷനായിട്ട് സൂം മാതിരിയുള്ള സൂം ടെക്നോളജി, അതുപോലെ സിമിലർ ടെക്നോളജീസൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്തതുപോലെ, അതുപോലെ ഇപ്പോഴും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിപ്പം പല കാര്യങ്ങളും നമ്മൾ ഇൻ്റർനെറ്റ്, വെബ്സൈറ്റ്, അതുപോലെയുള്ള ആപ്സും കാര്യങ്ങളും എല്ലാം, ഓൺലൈൻ ബൈബിളും ബാക്കി പല കാര്യങ്ങളും, ബൈബിൾ റിസോഴ്സസും ബിബ്ലിക്കൽ റിസോഴ്സസും എല്ലാം, എല്ലാ ടെക്നോളജിയും എല്ലാം നമുക്ക് എല്ലാം ശാസ്ത്രീയമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം അത് ദൈവരാജ്യത്തിൻ്റെ മഹത്വത്തിനായിട്ട്, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഉപയോഗിക്കണം. അതിനുവേണ്ടി ദൈവം അതൊക്കെ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ സാത്താൻ ഒരു കത്തി, അത് ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ, ഒരു സർജൻ്റെ കയ്യിൽ കത്തി ഒരാളുടെ ജീവൻ രക്ഷിക്കുമെങ്കിൽ ഒരു കൊലയാളിയുടെ കയ്യിൽ കത്തി ഒരാളുടെ ജീവൻ എടുക്കും എന്ന് പറഞ്ഞതുപോലെ, ഒരേ കത്തി തന്നെ 2 പർപ്പസിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ, സാത്താന് ഈ പല ടെക്നോളജിയും കാര്യങ്ങളുമൊക്കെ അവൻ്റെ ലക്ഷ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുമ്പോൾ, ഇപ്പം തന്നെ ഇൻ്റർനെറ്റ് തന്നെ സാത്താൻ അവൻ്റെ വ്യാപ്തിക്കായിട്ട് അവൻ മനുഷ്യരുടെ മനസ്സ് മലീമസമാക്കുവാനും മനുഷ്യരുടെ മനസ്സുകൾ പല കാര്യങ്ങൾക്ക് അടിമപ്പെടുത്തുവാനും ഒക്കെ അവൻ ഈ ഇൻ്റർനെറ്റ് തന്നെ അവൻ ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കുന്നു. എങ്കിൽ വെളിച്ചത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ എത്രയധികം അതുപോലുള്ള എല്ലാ ടെക്നോളജിയും കാര്യങ്ങളും നമ്മൾ ദൈവനാമോഹത്വത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ക്ലോണിങ്ങോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അങ്ങനെയുള്ള പല കാര്യങ്ങളുമൊക്കെ, അങ്ങനെ അവസാനം ഇതുപോലെ ഒരു സംസാരിക്കുന്ന ഒരു പ്രതിമ അന്ന് അവിടെ ഉണ്ടാകും. ആ പ്രതിമയ്ക്ക് ശ്വാസം കൊടുക്കുവാൻ ഈ മൃഗത്തിന് ബലം ലഭിച്ചു എന്നുള്ളൊരു കാര്യമാണ് നമ്മളവിടെ വായിക്കുന്നത്. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ ഒക്കെ കൊല്ലിക്കേണ്ടതിനും മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവിന് ശ്വാസത്തെ കൊടുക്കുവാൻ അതിന്, അതായത് ഈ മൃഗത്തിന് ബലം ലഭിച്ചു എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. അപ്പം അതിനുശേഷം പിന്നെ നമ്മൾ ഇവിടെ ഇത് ഇപ്പം മനുഷ്യൻ്റെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇമിറ്റേഷനോ സാത്താൻ്റെ മായാജാലമോ പല തരത്തിലുള്ള മജീഷ്യൻസിനെ കുറിച്ച്, ഫറവോൻ്റെ മജീഷ്യൻസ്, മന്ത്രവാദികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചായിരുന്നു. അപ്പം സാത്താൻ്റെ അവൻ്റേത് അതീന്ദ്രിയ ശക്തിയുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ചില ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ഏതാണെന്നുള്ള കാര്യമൊക്കെ അന്ന് അത് കാര്യങ്ങളൊക്കെ വെളിപ്പെടുന്ന സമയത്തായിരിക്കും നമുക്കത് മനസ്സിലാക്കുന്നത്. പിന്നെ കർത്താവ് ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം, അത് നമ്മൾ മത്തായി 24:15 അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ, ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നുള്ളൊരു പദപ്രയോഗം, അത് യേശു കർത്താവ് എടുത്തു പറയുന്നൊരു കാര്യം നമ്മൾ കാണുന്നത് ദാനിയേൽ പ്രവചനത്തിൻ്റെ 11-ാം അധ്യായത്തിലെ 31-ാമത്തെ വാക്യത്തിൽ നിന്നുള്ളൊരു കൊട്ടേഷനാണ്. അത് കർത്താവ് നമ്മളിപ്പം മത്തായി 24-ാം അധ്യായത്തിൻ്റെ
15-ാമത്തെ വാക്യം നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ മത്തായി 24-ാം അധ്യായത്തിലൊക്കെ ആണല്ലോ കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുവാണെങ്കിൽ അതിൻ്റെ 14-ാമത്തെ വാക്യം നമ്മൾ 12-13 വാക്യങ്ങളൊക്കെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ കണ്ടു. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. 12-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യം എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. രാജ്യത്തിന് ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അതിന് ഇന്റർനെറ്റ് ഒരു മുഖാന്തരമായിട്ടുണ്ട്. സകല ജാതികൾ എല്ലായിടത്തേക്കും ഈ സുവിശേഷം എന്ന് പറയുമ്പോൾ പാപക്ഷമയുടെ സുവിശേഷം മാത്രമല്ല, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപക്ഷമയുടെ സുവിശേഷം അതിലൊരു ചെറിയ പാർട്ട് മാത്രമാണ്. കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും എന്നുള്ളൊരു കാര്യം. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 14-ാമത്തെ വാക്യത്തിൽ രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ഗോസ്പൽ ഓഫ് ദ കിങ്ഡം, ദാറ്റ് മീൻസ് ഗോസ്പൽ ഓഫ് ജീസസ് ബീങ് ദ കിങ് ഇൻ അവർ ലൈഫ്. കർത്താവ് നമ്മുടെ ജീവിതത്തിന് രാജാവായിട്ടായിരിക്കുമ്പോൾ ദൈവരാജ്യം ഭക്ഷണവും പനിയും അല്ല, അത് പരിശുദ്ധാത്മാവിനുള്ള നീതിയും സന്തോഷവും സമാധാനമാണ്. റൈച്ചസ്നസ്, പീസ് ആൻഡ് ജോയ് ഇൻ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് യേശു കർത്താവ് നമ്മളുടെ ജീവിതത്തിൽ രാജാവായിരിക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു നീതിയും സന്തോഷവും സമാധാനത്തോടെയുള്ള ഒരു നിറഞ്ഞൊരു ജീവിതം നമുക്ക് ജീവിക്കാനൊക്കും. അതായത് ഒരു ജയജീവിതം ജീവിക്കാനൊക്കും, പാപത്തെ ജീവിക്കാനൊക്കും, കർത്താവിനെ പോലെ ജീവിക്കാനൊക്കും, കർത്താവ് നടന്ന പോലെ നടക്കാനൊക്കും, കർത്താവിൻ്റെ വചനത്തെ നമുക്ക് അനുസരിക്കാനൊക്കും എന്നുള്ള ആ ഒരു രാജ്യത്തിൻ്റെ സുവിശേഷം ഇന്ന് നമ്മുടെ ചേർച്ചസിലൂടെയൊക്കെ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ആ മെസ്സേജ് ലോകത്തിൻ്റെ പല കോണുകളിലോട്ടൊക്കെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ സാങ്ക്ബറിനെ പലപ്പോഴും ഈ വാക്യത്തിന് ഒരു ഫുൾഫിൽമെൻ്റ് ആയിട്ട് ആ കാര്യങ്ങൾ താൻ കരുതുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ, അതാണ് നമ്മളിപ്പം ദാനിയേൽ 11:31 നമുക്കിപ്പം പോവാം. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ഇവിടെ ഇപ്പോൾ 14-ാമത്തെ വാക്യത്തിൽ 15-ാമത്തെ വാക്യത്തിൽ എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്നുള്ളൊരു കാര്യം, അബോമിനേഷൻ ഓഫ് ഡെസലേഷൻ, അതൊരു പർട്ടിക്കുലറായിട്ടൊരു ഫ്രേസ് അവിടെ ഉപയോഗിച്ചിരിക്കുക. ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്തോ ഒരു ദൈവത്തിന് വളരെ അബോമിനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതങ്ങ് എല്ലാം ശൂന്യമാക്കുന്ന, ഡെസലേഷൻ എല്ലാം അങ്ങ് ശൂന്യമാക്കുന്ന തരത്തിലുള്ള ഒരു, അതുപോലെ ദൈവത്തിന് അറപ്പളമാക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ടുള്ളൊരു കാര്യം അവിടെ പറയുന്നത്. അത് വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ, വിശുദ്ധ സ്ഥലം എന്ന് പറയുമ്പോൾ അതിവിശുദ്ധ സ്ഥലം, ഹഗിയാസ് എന്നുള്ളൊരു പദമാണ് അതിവിശുദ്ധ സ്ഥലം. അതായത് യെരുശലേം ദേവാലയത്തിന് യെരുശലേം ദേവാലയം ഇത് ക്രിസ്തു തന്നെ ഇസ്രായേലിനോടുള്ള ആ ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ട് ദാനിയേൽ 9:24 ഇസ്രായേലിനോടുള്ള ഉടമ്പടിയിലേക്ക് 7 വർഷത്തെ ട്രീറ്റിയുടെ കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആ ട്രീറ്റി പ്രകാരമൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇത് ക്രിസ്തു തന്നെ അതുവരെ യഹൂദന്മാർക്ക് സാധിക്കാതിരുന്ന അവരുടെ ഒരു സ്വപ്നം എന്താ, ഈ യെരുശലേം ദേവാലയം പുനർനിർമ്മിക്കണം. ഇപ്പോൾ ഉള്ള അറബ് രാജ്യങ്ങളും ഒന്നും അവിടെ യെരുശലേം ദേവാലയം പണിയാൻ അവരെ സമ്മതിക്കുന്നില്ല. അപ്പം ഈ ക്രിസ്തു തന്നെ അവർക്കത് ചെയ്തു കൊടുക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ 3.5 വർഷക്കാലം കഴിയുമ്പോഴത്തേക്കും ഈ ട്രീറ്റിയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് അവൻ തന്നെ പോയി അവൻ്റെ പ്രതിമയെ ഈ അതിവിശുദ്ധ സ്ഥലത്ത് അവൻ തന്നെ അവിടെ പോയി ഇരിക്കും, ദൈവമായിട്ടിരിക്കും, അവൻ്റെ പ്രതിമയെ അവിടെ സ്ഥാപിക്കും എന്നുള്ളൊരു കാര്യമാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛതയായിട്ട് കർത്താവ് പരാമർശിക്കുന്നതെന്നാണ് നമ്മൾ വചനത്തിൻ്റെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത്, ഹഗിയാസ് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം, നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അന്ന് യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ. അപ്പോൾ അതിനുശേഷം പിന്നെ യഹൂദന്മാർക്കെതിരെ ഒരു വലിയൊരു പീഡനം, യഹൂദന്മാർക്കെതിരെയും പിന്നെ ദൈവസഭയ്ക്കെതിരെയുള്ള ഒരു പീഡനമായിരിക്കും ക്രിസ്തു അഴിച്ചുവിടുന്നത്, മഹോപദ്രവം. അതാണ് ബാക്കിയുള്ള അതാണ് യഹൂദിയിലുള്ളവർ മലമുകളിലേക്ക് ഓടിപ്പോകട്ടെ, മലകളിലേക്ക് ഓടിപ്പോകട്ടെ, വീട്ടിന്മേലിരിക്കുന്നവൻ വീട്ടിലുള്ളത് എടുക്കേണ്ടത് ഇറങ്ങരുത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ. അപ്പോഴാണ് 19-ാമത്തെ വാക്യത്തിൽ ആ കാലത്ത് ഗർഭിണികൾക്ക് മുല കുടിപ്പിക്കുന്നവർക്കും അയ്യോ കഷ്ടം എന്നൊക്കെ 19-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്. അത് നിങ്ങളുടെ ഈ ഓടിപ്പോക, യഹൂദന്മാരുടെ ഓടിപ്പോക്ക് ശീതകാലത്തോ ശബ്ബത്തിലോ സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ എന്നുള്ള കാര്യമൊക്കെ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ അവിടെ കർത്താവ് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മൾ തിരിച്ച് നമ്മൾ ഇവിടെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേൽ 11-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദാനിയേൽ 11:31 നമുക്ക് പോകാം. അവിടെ ആണല്ലോ ആ വാക്യമാണ് കർത്താവ് കോട്ട് ചെയ്തിരിക്കുന്നത്. കർത്താവ് പഴയ നിയമത്തിൻ്റെ കാര്യങ്ങളൊക്കെ ദാനിയേൽ പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം, അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? കർത്താവ് പഴയ നിയമത്തിൽ നിന്നൊക്കെ ഒരുപാട് പ്രാവശ്യം കോട്ട് ചെയ്യുന്നതൊക്കെ നമുക്ക് അറിയാം, ഉദ്ധരിക്കുന്നത് അറിയാം. അപ്പം പഴയ നിയമ പുസ്തകങ്ങൾ കർത്താവ് സർവജ്ഞനായിട്ടല്ല കർത്താവ് ഭൂമിയിൽ വന്നത്. കർത്താവ് ഒരു മനുഷ്യനായിട്ട് തന്നെ താഴ്ത്തി ഈ ഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് ഒരു ശിശുവായിട്ട് ജനിച്ച് എന്ന കർത്താവ് ഈ വചനങ്ങളെല്ലാം അത്രയധികം പിതാവിന് മുമ്പിലിരുന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആ വചനങ്ങളെല്ലാം ഗ്രഹിച്ച്
അവിടുന്ന് ആ വചനത്തിൽ നിന്ന് കർത്താവ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ ശിഷ്യന്മാർക്ക് അവസാനം അന്ത്യകാലത്തെക്കുറിച്ചും യെരൂശലേം ദേവാലയം ഇതുപോലെ ആയി കല്ലിന്മേൽ കല്ല് ശേഷിക്കാതായി പോകുന്നത് എപ്പോൾ എന്ന് ചോദിക്കുമ്പോഴാണ് അങ്ങനെയുള്ള അതിനോടുള്ള ബന്ധത്തിലെ കർത്താവ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതായിട്ട് നമ്മൾ മത്തായി 24 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ ദാനിയേൽ 11 അധ്യായത്തിന് 31 വാക്യം എടുത്ത് വായിക്കുവാണെങ്കിൽ അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. അപ്പം ക്രിസ്തുവിനൊരു പ്രത്യേകത എന്താ? നിരന്തര ഹോമയാഗത്തെ നിർത്തൽ ചെയ്യും. അത് അക്ഷരികമായിട്ടും യെരൂശലേം ദേവാലയത്തിൽ നിരന്തരമായിട്ട് നടക്കേണ്ട ഒരു ഹോമയാഗം, നിരന്തരമായിട്ടുള്ളൊരു ഹോമയാഗം എപ്പോഴും ആ യാഗപീഠത്തിൻ്റെ തീ കത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ലീവർ 6:13 കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ചിന്തിച്ചതേ ഉള്ളൂ. എന്നാൽ അത് അക്ഷരികമായിട്ട് അങ്ങനെ ഒരു നിരന്തര ഹോമയാഗത്തെ നിർത്തൽ ചെയ്യുന്നൊരു കാര്യം. എന്നാൽ അതിൻ്റെ ഒരു ആത്മീയ അർത്ഥം ഇന്ന് പുതിയ നിയമസഭയെ സംബന്ധിച്ചോളം നിരന്തര ഹോമയാഗം എന്ന് പറയുന്നത് എന്താ? നമ്മളെ സംബന്ധിച്ചുള്ള ഹോമയാഗം എന്ന് പറയുന്നത് നമ്മളെ തന്നെ ജീവനുള്ള യാഗമായിട്ട് സമർപ്പിക്കുന്നത്. റോമർ 12 വാക്യം, ജീവനുള്ള ബലിയായിട്ട് ജീവനുള്ള യാഗമായിട്ട് നമ്മൾ തന്നെ സമർപ്പിക്കുന്ന ആ ഒരു കാര്യത്തെ, ആ ഒരു സമർപ്പണത്തെ നിർത്തലാക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ തെളിവ് എന്താ? നമ്മളുടെ ജീവിതത്തിലെ സമർപ്പണം, നമ്മെ തന്നെ സമ്പൂർണ്ണമായിട്ട് കർത്താവിന് മുമ്പാകെ താഴ്ത്തി 0 ആയിട്ട് വട്ടപൂജ്യമായിട്ട് സമർപ്പിക്കുന്ന ആ കാര്യത്തിലൊരു നിർത്തൽ വരുമ്പോൾ ആ കാര്യങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് നമ്മൾ വേറെ പല ഒത്തിരി പ്രവർത്തനങ്ങളോ ഒത്തിരി വലിയ വലിയ കാര്യങ്ങളോ ആത്മീയ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മൾ തന്നെ ലോകത്തിൻ്റെതായ പല കാര്യങ്ങളോ അങ്ങനെയൊക്കെ പല കാര്യങ്ങളോ ഒക്കെ എന്നിലേക്ക് അങ്ങ് നമ്മുടെ മനസ്സങ്ങ് ചാഞ്ചാടിപ്പോയി ക്രിസ്തുവിനുള്ള നിർമ്മല ഏകാഗ്രമുള്ള ഭക്തിയൊക്കെ വിട്ട് പല കാര്യങ്ങളിലേക്ക് അങ്ങ് പോയി ഈ ഒരു നമ്മുടെ ജീവിതത്തിലൊരു ഹോമയാഗം, നിരന്തര ഹോമയാഗമായിട്ടുള്ള സമർപ്പണമൊന്നും ഇല്ലാതെ അങ്ങനെ ഈ ഒരു കാര്യം ആത്മീയമായിട്ടുള്ളൊരു അർത്ഥത്തിൽ അത് സംഭവിക്കാം. അപ്പോൾ എന്നാൽ ഈ ഒരു 31 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ചരിത്രത്തിൽ ഓൾറെഡി അത് സംഭവിച്ചു. 175 BC, നമ്മളിപ്പോൾ അത് വായിച്ചതേ ഉള്ളൂ. 175 BC, അതായത് കർത്താവ് വരുന്നതിന് 175ഓളം വർഷങ്ങൾക്ക് മുമ്പേ. കർത്താവ് BC 4 ജനിച്ചു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അതിനും BC 175 കർത്താവ് വരുന്നതിൻ്റെ 175ഓളം വർഷങ്ങൾക്ക് മുമ്പേ സിറിയൻ ഭരണാധികാരിയായ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് അല്ലെങ്കിൽ ആൻറ്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറഞ്ഞൊരാൾ, അതായത് അദ്ദേഹം ഒരു ദുഷ്ടനായ ഒരു ഭരണാധികാരി, അദ്ദേഹം എന്ന് പറയണോ അവനോ എങ്ങനെയെങ്കിലും പറയാം, അവനൊരു ദുഷ്ടനായ ഭരണാധികാരിയായിരുന്നു. അവൻ യെരൂശലേമിൽ വന്ന് ഈ അന്നത്തെ യെരൂശലേം ദേവാലയത്തിൽ പന്നിയെ ബലി കഴിച്ച് ആ യെരൂശലേം ദേവാലയം അശുദ്ധമാക്കി എന്നുള്ളൊരു കാര്യം അത് കർത്താവ് വരുന്നതിന് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ്. 175ഓളം വർഷങ്ങൾക്ക് മുമ്പ്. അത് കഴിഞ്ഞിട്ട് ജൂപ്പിറ്ററിൻ്റെ ഒരു പ്രതിമ എടുത്ത് ജൂപ്പിറ്ററിൻ്റെ പ്രതിമ അവിടെ സ്ഥാപിക്കുന്ന ഒരു കാര്യം നമ്മൾ വായിക്കുന്നു. അപ്പോൾ അത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത ഈ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു ഫുൾഫിൽമെൻറ്റ്, അത് സംഭവിച്ചു. പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചന നിവൃത്തിയായി. എന്നാൽ അതുപോലെ ഒരു പ്രവചന നിവൃത്തി അതിൻ്റെതായ ഇതിലും വലിയൊരു പാരമ്യത്തിൽ ക്രിസ്തുവിൻ്റെ സമയത്ത് അന്ത്യകാലത്ത് നിവൃത്തിയാകും എന്നുള്ളൊരു കാര്യമാണ് കർത്താവ് വീണ്ടും പറയുന്നത്. അപ്പോൾ കർത്താവ് ഈ മത്തായി 24 സംസാരിക്കുമ്പോൾ ഓൾറെഡി ആന്റിയോക്കസ് എപ്പിഫാനസിൻ്റെ കാര്യം നടന്നു കഴിഞ്ഞു. എന്ന് വെച്ചാൽ BC 175 നടക്കുന്ന കാര്യമാണ്. ദാനിയേൽ പറഞ്ഞതിന് ശേഷം നടക്കുന്നത്. ദാനിയേലിൻ്റെ പുസ്തകം 560 BC എഴുതപ്പെട്ടു എന്നാണ് ദാനിയേലിൻ്റെ പുസ്തകം എന്നുള്ള കാര്യം നമ്മൾ വായിക്കുന്നത്. 530 BC ഏകദേശം ബാബിലോണിൽ വെച്ച് ഏകദേശം 530 BC ഈ ദാനിയേലിൻ്റെ പുസ്തകം എഴുതപ്പെട്ട്. എന്നാൽ ദാനിയേൽ അത് എഴുതുമ്പോൾ ഈ ദാനിയേൽ 11:31 പറയുമ്പോൾ അത് 175 BC നടക്കുന്ന ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് കർത്താവ് ഇത് വീണ്ടും അത് എടുത്ത് പറയുക. വീണ്ടും അന്ത്യകാലത്ത് ക്രിസ്തുവിൻ്റെ സമയത്ത് ഇതുപോലൊരു കാര്യം വീണ്ടും നടക്കുന്നുള്ളൊരു കാര്യമാണ് കർത്താവ് എടുത്ത് പറഞ്ഞത്. നമ്മൾ ദാനിയേൽ 11 നമ്മൾ ആ പേജ് മറിക്കേണ്ട, ആ പേജിലേക്ക് തന്നെ നമുക്ക് വീണ്ടും വരേണ്ടി വരും. ഇപ്പം നമ്മൾ തിരിച്ച് ഇത് അന്തിമവിജയം എന്നുള്ള ആ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പം അവിടെ ഈ അലക്സാണ്ടർ ദ ഗ്രേറ്റ്, മഹാനായ അലക്സാണ്ടറിൻ്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ അന്ത്യത്തിൽ ഗ്രീക്ക് സാമ്രാജ്യത്തിൻ്റെ ആ ഒടുക്കമായപ്പോഴത്തേക്കും ദാനിയേൽ 11 വിവരിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നത് നമ്മളവിടെ വായിക്കുന്നുണ്ട്. റോമൻ സാമ്രാജ്യം ലോകാധിപത്യം കൈവശമാക്കുന്നതിന് തൊട്ട് മുമ്പ്, അതിനു മുമ്പ് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഗ്രീക്ക് സാമ്രാജ്യമായിരുന്നു. അലക്സാണ്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് സാമ്രാജ്യം. അതിനുശേഷമാണ് റോമൻ സാമ്രാജ്യം വരുന്നത്. അപ്പോൾ റോമൻ സാമ്രാജ്യം ലോകാധിപത്യം കൈവശമാക്കുന്നതിന് തൊട്ട് മുമ്പ് അലക്സാണ്ടർ സാമ്രാജ്യം 4 ജനറൽമാർ വിഭജിച്ചെടുത്തു. ഇതിൽ സിറിയയും ഈജിപ്തും ഭരിച്ചിരുന്ന ജനറൽമാരായിരുന്നു ശക്തർ. അപ്പോൾ ഇവിടെ നമ്മൾ ദാനിയേൽ 11:31 അവൻ എന്ന് നമ്മൾ വായിക്കുമ്പോൾ സിറിയ എന്ന വടക്കൻ രാജ്യത്തിൻ്റെ അധിപതി ആണ് ഈ അവൻ എന്നുള്ളൊരു കാര്യം. അത് ക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഓൾറെഡി ചരിത്രത്തിൽ അത് ദാനിയേലിന് ശേഷം ഫുൾഫിൽഡ് ആയ ഒരു കാര്യം. ദാനിയേൽ 530 BC 530 എഴുതിയെങ്കിൽ പിന്നീട്
BC 175 അത് ഓൾറെഡി ഫുൾഫിൽഡ് ആയി. എന്നാൽ വീണ്ടും കർത്താവ് അത് AD 30 കർത്താവ് ഇത് പറയുമ്പോൾ അത് വീണ്ടും ഇത് ഇനി വരാനിരിക്കുന്ന അന്ത്യകാലത്ത് ഇനി ഒന്നുകൂടെ ഫുൾഫിൽഡ് ആകും എന്നുള്ളൊരു കാര്യവും നമ്മൾ വായിക്കുന്നത്. അതാ സിറിയ എന്ന വടക്കൻ രാജ്യത്തിൻ്റെ അധിപതി അയച്ച സൈന്യങ്ങൾ അണിനിരുന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി. അതാണ് ഇപ്പം നമ്മളിപ്പം വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്, അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നടത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതീക്ഷിക്കുക. അതാണ് നമ്മൾ 175 BC സിറിയൻ ഭരണാധികാരിയായ അന്ത്യോക്കസ് എപ്പിഫാനസ് യെരുശലേമിൽ വരികയും ദേവാലയത്തിലെ ഹോമയാഗം നിർത്തി യാഗപീഠത്തിലെ ഒരു പന്നിയെ ബലികഴിച്ച് ജൂപ്പിറ്ററിൻ്റെ പ്രതിമ അവിടെ അതിവിശുദ്ധ സ്ഥലത്ത് സ്ഥാപിക്കുകയുണ്ടായി. ഇപ്പം ഇതാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ യേശു പറഞ്ഞ അന്ത്യകാലത്തിൽ ഇതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം. അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നു ഈ പറയുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ്. ഇപ്പം ജസ്റ്റ് ലൈക്ക് ഹിറ്റ്ലറും ഒക്കെ എതിർ ക്രിസ്തുവിൻ്റെ, ഫറവോനും ഹിറ്റ്ലറും ഒക്കെ എതിർ ക്രിസ്തുവിൻ്റെ ഒരു നിഴലായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് ഫറവോനാണെങ്കിലും മോശയെ ഇല്ലാതാക്കാൻ നോക്കി. അവിടെ ഹെരോദ രാജാവ് യേശുവിനെ ഇല്ലാതാക്കാൻ നോക്കി. അതുപോലെ ആ എതിർ ക്രിസ്തുവിൻ്റെ ഹിറ്റ്ലർ ആണെങ്കിൽ യഹൂദന്മാരെ മൊത്തവും കൊന്നൊടുക്കാൻ നോക്കി. അങ്ങനെ എതിർ ക്രിസ്തുവിൻ്റെ നിഴലായിട്ട് പല ആൾക്കാരും ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാളാണ് ഈ പറയുന്ന ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന അയാൾ. പുള്ളി ഈ 175 BC ചെയ്ത കാര്യമാണ് നമ്മളിപ്പം വായിച്ചത്. അപ്പം വരാൻ പോകുന്ന എതിർ ക്രിസ്തുവിൻ്റെ നിഴലായിരുന്നു ഈ ആന്റിയോക്കസ് എപ്പിഫാനസ്. അതുകൊണ്ട് ദാനിയേൽ 11:32 വാക്കുകൾ എതിർ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികളെയാണ് ചിത്രീകരിക്കുന്നത്. 11:32 എന്താ നമ്മൾ വായിക്കുന്നത്? നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. ഉപായം കൊണ്ട്, അതായത് ഉപായം കൊണ്ട് നമ്മളവിടെ ഉപായം കൊണ്ട് വഷളാക്കും എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന ഒരുപക്ഷെ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലെ അതിൻ്റെ 2-3 വാക്യങ്ങളിൽ സർപ്പം ഹവയെ ഉപായത്താൽ ചതിച്ചതുപോലെ എന്ന് നമ്മൾ വായിക്കുന്നത്. സർപ്പം, ഈ പിശാചാണ് ഉപായത്തിൻ്റെ ആള്. എല്ലാ ക്രാഫ്റ്റിനെസ്, എല്ലാ ക്രൂക്കഡ്, ഒരു വല്ലാത്ത ഒരു ഉപായങ്ങളും ചതികളും വഞ്ചനയും സൂത്രങ്ങളും ഒക്കെ കൊണ്ട് മനുഷ്യരെ വഞ്ചിക്കുന്ന ഒരു കാര്യം. അപ്പം നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും ദൈവത്തെ അറിയുന്ന ജനം. അപ്പം ഇവിടെ എല്ലാം ആർക്കാ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നേ? ദാനിയേൽ 11:32 വാക്യം നമ്മൾ പലപ്പോഴും നമ്മളത് സഭകളിലൊക്കെ നമ്മൾ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. പീപ്പിൾ ഹു നോ ദെയർ ഗോഡ് വിൽ ഡിസ്പ്ലേ സ്ട്രെങ്ത് ആൻഡ് ടേക്ക് ആക്ഷൻ. അവസാന കാലത്ത് ജനത്തെക്കുറിച്ച് അത് എസ്പെഷ്യലി അത് പറയുന്നത്. പീപ്പിൾ ഹു നോ ദെയർ ഗോഡ്, ദൈവത്തെ അറിയുന്നവർ. ദൈവത്തെ അറിയുന്നതാണ് നിത്യജീവൻ. കർത്താവ് തന്നെ യോഹന്നാൻ 17:3 പറയുന്ന കാര്യം നമുക്കറിയാം. കർത്താവിനെ ആത്മമണവാളനായിട്ട്, നമ്മുടെ എല്ലാമായിട്ട്, നമ്മുടെ ഇടയനായിട്ട്, നമ്മുടെ രാജാവായിട്ട് ആ ഒരു ആത്മബന്ധത്തിന്, ആത്മാവിൽ അറിയുന്ന, കർത്താവിനോട് ഒന്നായി ചേരുന്ന ആ ഒരു അറിവുണ്ട്. കർത്താവിനെ കുറിച്ച് അറിയുന്നതല്ല, കർത്താവിനെ കുറിച്ച് അറിയുന്നത് ദേഹിയിലുള്ള അറിവ്, അത് ചീർപ്പിക്കും. എന്നാൽ നമ്മളെ ഒരു ശിശുവായിട്ട് ആത്മാവിൽ കർത്താവിനെ ആത്മമണവാളനായിട്ട് എല്ലാമായിട്ട് നമ്മുടെ രാജാവായിട്ട് കർത്താവായിട്ട് അറിയുന്ന, കർത്താവെന്ന വ്യക്തിയെ അറിയുന്ന ആ ഒരു അറിവ്, അങ്ങനെ ദൈവത്തെ അറിയുന്ന ജനമാണ് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത്. അന്ന് അപ്പം ഈ ക്രിസ്തുവിൻ്റെ സമയത്ത് വീര്യം പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ജനം ഉണ്ടെന്നുള്ള കാര്യം ഇതിനെ കൂടുതൽ വേറെയും തെളിവ് വേണം. ചില സഭ എടുക്കപ്പെടുമെന്ന് പറയുന്ന ആൾക്കാർ ഇതൊക്കെ അവർ പിന്നെ വേറെ പലരെയും മനസാന്തരപ്പെടുത്തിയിട്ട് വേണം ഈ വാക്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാൻ. എന്നാൽ യഥാർത്ഥത്തിൽ സഭയിലുള്ള അന്ത്യകാല പടയാളികളാണ്, അന്ത്യകാല സഭയിലെ ധീര സഹോദരന്മാരാണ് അവിടെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം. അത് ശദ്രക്, മേശക്, അബദ്നെഗോയെ പോലെ ദൈവത്തെ അറിയുന്നവർ മാത്രമാണ് അക്കാലത്തും നിവരെ നിൽക്കും. ബാക്കിയുള്ളവരെല്ലാം ഈ ബിംബത്തിന് മുമ്പാകെ, നെബൂഖദ്നേസറിന്റെ ബിംബത്തിന്റെ മുമ്പാകെ മുട്ടുമടക്കിയതുപോലെ ഇത് ക്രിസ്തുവിന്റെ മൃദുലമായ മുഖസ്തുതി വാക്കുകൾക്ക് മുമ്പിൽ ബാക്കി എല്ലാവരും വീണുപോകും. എന്നാൽ കർത്താവിനെ അറിയുന്നവർക്ക് അവർ ഉറച്ചു നിൽക്കും, അവർ നട്ടെല്ലാം നിവർത്തി നിൽക്കും, അവർ ഒന്നിനും കുലുങ്ങിപ്പോകത്തില്ല, കൂനിപ്പോകത്തില്ല. പിന്നെ 33-ാമത്തെ വാക്യം, അതിൻ്റെ തൊട്ടടുത്ത വാക്യം, അതെന്താ നമ്മൾ വായിക്കുന്നത്? ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. ദോസ് ഹു ഹാവ് ഇൻസൈറ്റ്. ബുദ്ധിമാന്മാർ എന്ന് പറയുമ്പം എന്താ പറയുന്നത്, ഈ ക്ലവർ ആൻഡ് ഇൻ്റലിജൻറ്റ് എന്നുള്ള ഒരു ഭൗതിക ബുദ്ധിയുടെ കാര്യമല്ല, മറിച്ച് ആത്മീയമായിട്ടുള്ള ജ്ഞാനമുള്ളവർ. ദോസ് ഹു ഹാവ് ഇൻസൈറ്റ്, ദൈവത്തിൻ്റെതായ ഒരു ഉൾക്കാഴ്ച. കണ്ണിന് എഴുതാൻ ലേപം വാങ്ങിക്കണമെന്ന് നമ്മൾ വെളിപാട് 3:18 വായിച്ചതിൽ ആ ഒരു ആത്മീയമായ ഒരു ഇൻസൈറ്റ്, ഉൾക്കാഴ്ച, ആത്മീയ കാര്യങ്ങളെ വിവേചിച്ചറിഞ്ഞ ഇത് ക്രിസ്തുവിൻ്റെ ആത്മാവാണ്, ഇതാണ് ഇത് ക്രിസ്തുവിൻ്റെ വഞ്ചനയാണ്, ഇത് അതിനെക്കുറിച്ചൊരു ഉൾക്കാഴ്ചയുള്ളവർ. ദോസ് ഹു ഹാവ് ഇൻസൈറ്റ് അമംഗ് ദ പീപ്പിൾ വിൽ ഗീവ് അണ്ടർസ്റ്റാൻഡിങ് ടു ദ മെനി. അപ്പം ആ ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആ ജ്ഞാനമുള്ളവർ പലർക്കും അത് ബോധം വരുത്തും. പലരും വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളവരെയൊക്കെ അതിൽ നിന്നൊക്കെ വഴിതിരിക്കാൻ
ആ ഒരു ഉൾക്കാഴ്ചയുള്ളവർക്ക് അവിടെ ബുദ്ധിമാന്മാരെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പരിഭാഷ അത്ര ആക്യുറേറ്റ് ആയില്ലെന്ന് തോന്നുന്നു. ഇൻസൈറ്റ് എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൽ നമ്മൾ കുറച്ചുകൂടെ അതിൻ്റെ ഒരു ആത്മീയാർത്ഥം നമുക്ക് മനസ്സിലാവുമല്ലോ. യെറ്റ് ദേ വിൽ ഫോൾ ബൈ സോഡ്. എന്നാലും എന്ത് പറ്റും, എങ്കിലും കുറേ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ശരിയാണ്, അവർ ഉറച്ചു നിൽക്കും, പക്ഷേ രക്തസാക്ഷികളായിട്ട് മാറും പലരും എന്നുള്ളൊരു കാര്യവും നമ്മളവിടെ കാണുന്നത്. അതായത് ശദ്രക് മേശക്ക് അബേദ്നെഗോയെ ദൈവം രക്ഷിച്ചതുപോലെ അവർ പഴയ നിയമത്തിലായിരുന്നു. പുതിയ നിയമത്തിൽ ദൈവം പലരും സിംഹത്തിൻ്റെ വായിലും അഗ്നിയിലും ഒക്കെ അകപ്പെടാൻ ദൈവം 1-ാം നൂറ്റാണ്ടിൽ അനുവദിച്ചതുപോലെ അവസാന കാലത്ത് ആ മഹോപദ്രവത്തിൻ്റെ സമയത്തും ദൈവം അത് അനുവദിക്കും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നു. അപ്പം എങ്കിലും എന്നാൽ അന്ത്യകാലം അത് കഴിഞ്ഞിട്ട് 33-ാമത്തെ വാക്യം ഇപ്പം നമ്മൾ വായിച്ചു, കവർച്ച കൊണ്ട് വീണുകൊണ്ടിരിക്കും. 34 വീഴുമ്പോൾ അവർ അല്പസഹായത്തിൽ രക്ഷ പ്രാപിക്കും. പലരും കപടഭാവത്തോടെ അവരോട് ചേർന്ന് കൊള്ളും. അതിൻ്റെ ഇടയ്ക്കും പല കപടഭാവവും ഹിപ്പോക്രസിയും വ്യാജമൊക്കെ ഉണ്ട്, ഇതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. when they fall they will be granted a little help. ചെറിയ അല്പസഹായമൊക്കെ കിട്ടി ചിലരൊക്കെ രക്ഷ പ്രാപിക്കും, ചിലരൊക്കെ വളരെ ഇരയാവും എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 35-ാമത്തെ വാക്യം, എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. അപ്പം വീണ്ടും ദൈവജനത്തിൽ തന്നെ പല ശുദ്ധീകരണവും നിർമ്മലീകരണവും ഒക്കെ സാധിക്കണം, പരിശോധനയൊക്കെ നടക്കണം. അതാണ് റിഫൈൻ, പേർജ് ആൻഡ് മേക്ക് ദം പ്യോർ അൻറ്റിൽ ദ എൻഡ് ടൈം. അപ്പോൾ അതുകൊണ്ട് ഉൾക്കാഴ്ച ഉള്ളവരിൽ തന്നെ ചിലർ, എല്ലാവരും അല്ല, ചിലർ വീഴും, ചിലർ മരണത്തിനിരയാവും, രക്തസാക്ഷികളായി തീരും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. ഇറ്റ് ഈസ് സ്റ്റിൽ ടു കം അറ്റ് ദ അപ്പോയിൻറ്റഡ് ടൈം. ആ 3.5 വർഷക്കാലം എന്നുള്ള കാര്യം നമ്മളത് വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അത് നമ്മളവിടെ ഇപ്പോൾ 35-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച്, പിന്നെ 36 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, ആ ഒരു പോർഷൻ, അത് തന്നെ ഉയർത്തുന്ന രാജാവ്, അത് ഈ എതിർക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കുന്നത്. ദെൻ ദ കിങ് വിൽ ഡു as he pleases. ഈ എതിർക്രിസ്തുവിൻ്റെ കാര്യം, ഹി വിൽ എക്സോൾട്ട് ആൻഡ് മാഗ്നിഫൈ ഹിംസെൽഫ് above every god and will speak monstrous things against the god of gods. അതാ 36-ാമത്തെ വാക്യത്തിൽ നമ്മളിപ്പം വായിച്ച്. അതായത് രാജാവ് ഇഷ്ടം പോലെ പ്രവർത്തിക്കുക, അവൻ തന്നെത്താൻ ഉയർത്തി. പിശാചിൻ്റെ സ്വഭാവം തന്നെ എന്താ, തന്നെത്തന്നെ ഉയർത്തുന്നൊരു കാര്യമാണ്. യേശുവിൻ്റെ സ്വഭാവം തന്നെത്തന്നെ താഴ്ത്തുന്ന കാര്യമാണ്. തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, തന്നെത്തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. കർത്താവ് തന്നെ മത്തായി 24:12, ലൂക്കോസ് 11:14, 18:14 ഒക്കെ കർത്താവ് 3 പ്രാവശ്യം പുതിയ നിയമത്തിൽ കർത്താവ് പറയുന്നൊരു വാക്യമാണ്, തന്നെത്തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും, ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും. അപ്പം ആ ഒരു കാര്യവും നമ്മളിവിടെ വായിക്കുന്നത്. എതിർ ക്രിസ്തുവിൻ്റെ സ്വഭാവം, അവൻ തന്നെത്തന്നെ ഉയർത്തി ഏത് ദേവനും മേലായി മഹത്വീകരിക്കുകയും ദൈവത്തിന് നേരെ അപൂർവ കാര്യങ്ങളെ സംസാരിക്കുകയും കോപം നിവൃത്തിയാകുവോളം അവന് സാധിക്കുകയും ചെയ്യും എന്നുള്ളൊരു കാര്യം. ഹി വിൽ പ്രോസ്പർ അൻറ്റിൽ ദി ഇൻഡിഗ്നേഷൻ ഈസ് ഫിനിഷ്ഡ് എന്നുള്ളൊരു കാര്യം. കോപം ദൈവത്തിൻ്റെ ഇതായ ഒരു സമയം വരെ അവനത് സാധിക്കുകയും ചെയ്യും. അവനങ്ങനെയൊക്കെ ചെയ്യും. നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നത് സംഭവിക്കുമല്ലോ. ഫോർ ദാറ്റ് വിച്ച് ഇസ് ഡിക്രീഡ് വിൽ ബി ഡൺ എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ വായിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്താ വായിക്കുന്നത്, അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കും. പട്ടാള ശക്തി കൊണ്ട്, കോട്ടകളുടെ ദേവൻ എന്ന് പറയുമ്പോൾ മിലിറ്ററി പവർ, പട്ടാള ശക്തി കൊണ്ടുള്ള ഭരണം. അവനൊരു അന്യദേവന്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിൽ മേലാക്കി വെക്കും. അന്യദേവൻ ആരാ? സാത്താനാണ് അന്യദേവൻ. സാത്താൻ ആണ് അവൻ ഈ ശക്തിയൊക്കെ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. അതാ നമ്മൾ തുടർന്ന് നമ്മൾ വായിക്കുന്നത്. 38-ാമത്തെ ഭാഗത്തിൽ അതിന് പകരം അവൻ കോട്ടകളുടെ ദേവനെ ബഹുമാനിക്കാം. ആ കോട്ടകളുടെ ദേവൻ എന്ന് പറയുന്നത് സൈന്യശക്തിയെ, മിലിറ്ററി പവറിനെ സൂചിപ്പിക്കുന്നൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ സൈന്യ ബലം, ന്യൂക്ലിയർ വെപ്പൺസ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ രാജ്യങ്ങൾ തമ്മിലുള്ള പല വിലപേശലും കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അത് ഈ 39-ാമത്തെ വാക്യത്തിൽ അവനൊരു അന്യദേവന്റെ ജനത്തെ, അതാണ് ഈ സാത്താൻ്റെ ജനത്തെ കോട്ടകളുടെ കൊത്തളങ്ങളിൽ മേലാക്കി വെക്കും എന്നുള്ളൊരു കാര്യത്തെ നമ്മൾ വായിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെന്താ നമ്മൾ വായിക്കുന്നത്, അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അവനൊക്കെ ഇടങ്ങുന്നവന് അവൻ കൂടുതൽ വലിയ പ്രോസ്പെറിറ്റിയും പല സ്ഥാനമാനങ്ങളൊക്കെ കൊടുക്കും. അവൻ അവരെ പലർക്കും അധിപതികളാക്കി. ഇപ്പോൾ തന്നെ പല
പല കൊള്ളരുതായ്മകൾക്കൊക്കെ കൂട്ടു നിൽക്കുന്നവർക്ക് കൂടുതൽ വലിയ വലിയ പൊസിഷൻസും വലിയ വലിയ പദവികളൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ലോകത്ത് പലയിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അങ്ങനെ അവരെ പലരെയും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായി വിഭാഗിച്ചു കൊടുക്കും. പല അങ്ങനെയാണെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഇന്ന പദവി ഇന്നയാൾക്ക്, അല്ലെങ്കിൽ ഇന്ന ഇവിടെ ഒരു MP സീറ്റ് അല്ലെങ്കിൽ MLA സീറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോരുത്തർക്ക് അങ്ങനെയൊക്കെ ഇതിൻ്റെയൊക്കെ പാരമ്യം, ഇതൊക്കെ ചെറിയ ചോട്ട കാര്യങ്ങൾ ഇന്ന് ലോകത്ത് നടക്കുന്നത്. ഇതിൻ്റെയൊക്കെ വലിയൊരു പാരമ്യം വീണ്ടും നടക്കും എന്നുള്ള കാര്യം ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും. അത് നമ്മൾ വായിക്കുന്ന ദേശത്തെ പ്രതിഫലമായിട്ട് വിഭാഗിച്ചു കൊടുക്കും എന്നുള്ളൊരു കാര്യമാണ് നമ്മളിപ്പം വായിച്ച് പാഴ്സൽ ഔട്ട്. അത് 39ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച കാര്യം, അവരെ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായിട്ട് വിഭാഗിച്ചു കൊടുക്കും. ഓരോരോ സ്ഥലത്ത് ഓരോരോ പവറൊക്കെ കൊടുക്കും. അവനെ സ്വീകരിക്കുന്നവന് അവൻ മഹത്വം വർദ്ധിപ്പിക്കും. അത് എതിർക്രിസ്തുവിൻ്റെ കാര്യമൊക്കെ സംബന്ധിച്ച് ആ സാമ്യം മൂളുന്നവർക്ക് ഓക്കെ സർ, യെസ് സർ മൂളുന്നവർക്ക് കൂടുതൽ പദവികളൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കും. അവൻ പലർക്കും അധിപതികളാക്കി ദേശത്തെ പ്രതിഫലമായിട്ട് വിഭാഗിച്ചു കൊടുക്കും. 39ാമത്തെ വാക്യമാണ്. അതിൻ്റെ ചെറിയ ഫുൾഫിൽമെൻറ്റ് നമ്മൾ പലയിടത്തൊക്കെ കാണുന്നുണ്ട്. എന്നാൽ അതിൻ്റെ പരമമായിട്ടുള്ള ഫുൾഫിൽമെൻറ്റും ഒക്കെ അങ്ങ് അന്ത്യകാലത്ത് അതെല്ലാം നടക്കും എന്നുള്ളൊരു കാര്യം നമ്മളിവിടെ കാണുന്നു. അവൻ മനോഹര ദേശത്തിലേക്ക് ആ മനോഹര ദേശം ഏതാണ്? അതാണ് ഇസ്രായേൽ ദേശം. കർത്താവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മനോഹര ദേശം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാഗ്ദത്ത ഭൂമിയുടെ ഇസ്രായേൽ ദേശം. അതാ 41ാമത്തെ വാക്യത്തിൽ അവൻ മനോഹര ദേശത്തിലേക്കും കടക്കും, ഇസ്രായേലിലേക്കും കടക്കും. അവിടെ അവൻ അന്തരിക്കും, ആരും അവനെ രക്ഷിക്കുകയില്ല. അവിടെയാണ് എതിർക്രിസ്തുവിനെയും അവൻ്റെ സൈന്യത്തെയും എല്ലാം കർത്താവിൻ്റെ വരവോടുകൂടി എല്ലാം നാം അവശേഷമാക്കി തീർക്കുന്നത്. പിന്നെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ വായിച്ച്, നമ്മളത് പല ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ കർത്താവിൻ്റെ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവും നമ്മളുടെ റാപ്ചറും ഒക്കെ നടക്കുന്നതിൻ്റെ മുമ്പായിട്ട് ഈ എതിർക്രിസ്തുവിൻ്റെ അധർമ്മമൂർത്തിയുടെ വെളിപ്പെടൽ ഉണ്ടാകണം. അതിനു മുമ്പ് വിശ്വാസത്യാഗം ഉണ്ടാകണം. വിശ്വാസത്തിൽ വീഴ്ച സംഭവിക്കും. അത് കഴിഞ്ഞ് അധർമ്മമൂർത്തിയുടെ വെളിപ്പെടൽ ഉണ്ടാകും. അതാണ് ആദ്യത്തെ 3 വാക്യങ്ങളിൽ വായിക്കുന്നത്. അപ്പം വിശ്വാസത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവഭക്തിയിലുള്ള ജീവിതത്തിലേക്ക് യേശു അപ്പോസ്തലന്മാരും ലോകത്തിന് നൽകിയ സന്ദേശം ആണ് ആ ദൈവഭക്തിയുള്ള ജീവിതം, ഗോഡ്ലി ലൈഫ്. അതിലേക്ക് നമ്മളെ നയിക്കുന്ന വിശ്വാസം, അതിൽ നിന്നുള്ള വിശ്വാസത്യാഗം. യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അവരുടെ ജീവിതം കൊണ്ട് ആ യേശുവിൻ്റെതായ ഒരു ദൈവഭക്തിയുള്ളൊരു ജീവിതം അവരിൽ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള വിശ്വാസമല്ല, വ്യാജമായൊരു വിശ്വാസം എന്ന് പറയേണ്ടി വരും. അപ്പം അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസത്തിൽ നിന്നുള്ള ഒരു വീഴ്ചയൊക്കെ സംഭവിക്കുന്ന കാര്യമൊക്കെയാണ് നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലും വിശ്വാസത്യാഗം എന്ന് പറയുമ്പോൾ അവർ യേശുവിനെ വിട്ട് വേറെ അന്യദൈവങ്ങളിലേക്ക് പോകണമെന്ന് തന്നെയില്ല. അവർ യഥാർത്ഥ യേശുവിനെ വിട്ട് മറ്റൊരു യേശുവിനെ പിന്തുടരുന്നവരായിട്ട്, മറ്റൊരു സുവിശേഷം, മറ്റൊരു യേശു, മറ്റൊരു ആത്മാവെന്നൊക്കെ നമ്മൾ 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പറയുന്ന കാര്യങ്ങൾ നമുക്കറിയാം. യേശുവിൻ്റെ പേരിൽ തന്നെ പല വ്യാജമായിട്ടുള്ള കാര്യങ്ങളും പല കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ, പല രാഷ്ട്രീയങ്ങളും പോളിറ്റിക്സും ഒക്കെ നടക്കുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് 4-ാമത്തെ വാക്യത്തിൽ, അതായത് 2 തെസ്സലോനിക്കറിലേക്ക് വരുവാണെങ്കിൽ അതിൽ 4-ാമത്തെ വാക്യത്തിലാണ് അധർമ്മമൂർത്തിയെക്കുറിച്ച് പറയുന്നത്. ഇസ്കര്യോത്ത് യൂദയെ കർത്താവ് നാശയോഗ്യൻ എന്ന് വിളിച്ചിട്ടുണ്ട്, സൺ ഓഫ് പെർഡിഷൻ എന്ന് കർത്താവ് അവിടെ യോഹന്നാൻ 17-ാം അധ്യായത്തിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. സൺ ഓഫ് പെർഡിഷൻ, നാശയോഗ്യൻ എന്നുള്ളൊരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ കാരണം എന്താ? സാത്താന് ഈ ഇസ്കര്യോത്ത് യൂദയിൽ പ്രവേശിച്ച കാര്യമൊക്കെ നമ്മൾ യോഹന്നാൻ 13-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടായിരുന്നു. അപ്പഖണ്ഡം വാങ്ങിച്ചപ്പോഴത്തേക്കും അവൻ്റെ ഉള്ളിൽ സാത്താനം പ്രവേശിക്കുന്നൊരു കാര്യം നമ്മൾ അവിടെ യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കണ്ടായിരുന്നു. ഇത് ക്രിസ്തുവിനെയും അധർമ്മമൂർത്തി എന്നാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇത് ക്രിസ്തുവിലേക്കും ആരായി സാത്താന പ്രവേശിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ വായിക്കുന്നത്. അവനെല്ലാം സാത്താൻ കടക്കും എന്നുള്ളതിനാലാണ് അവനെ അധർമ്മമൂർത്തി എന്നുള്ളൊരു പദപ്രയോഗം ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നു. നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ. നമ്മളിപ്പം 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഒരു അധർമ്മമൂർത്തിയും നാശയോഗ്യൻ എന്നുള്ള ഒരു 2 സൺ ഓഫ് ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. അതാണ് നാശയോഗ്യൻ. ആ ഒരു നാശയോഗ്യൻ എന്നുള്ള അതേ പദപ്രയോഗം കർത്താവ് യൂദായെക്കുറിച്ചും പറയുന്നുണ്ട്, ഇവിടെ ഇത് ക്രിസ്തുവിനെ കുറിച്ചും പറയുന്നുണ്ട്. 2 പേരിലും ആര് പ്രവേശിച്ചു? സാത്താൻ പ്രവേശിക്കുന്നു. യൂദായിൽ സാത്താൻ പ്രവേശിക്കുന്നു എന്നുള്ള ആ വാക്യം
ഞാൻ ആ വാക്യം പെട്ടെന്ന് എടുക്കണമെങ്കിൽ യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ അവസാനം അതിൻ്റെ ഒരു 28-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. യോഹന്നാൻ 13-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം. 27-ാമത്തെ വാക്യത്തിൽ ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു എന്ന് നമ്മളവിടെ യൂദയെക്കുറിച്ച് യോഹന്നാൻ 13-27 നമ്മൾ വായിക്കുന്നു. അവനെ കർത്താവ് സൺ ഓഫ് പെർഡിഷൻ എന്ന് യോഹന്നാൻ 17-ാം അധ്യായത്തിലെ കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ എന്താ നമ്മളവിടെ വായിക്കുന്നേ? എല്ലാവരും ഞാൻ സംരക്ഷിച്ചു എന്ന നോട്ട് വൺ ഓഫ് ദം എക്സെപ്റ്റ് ദ സൺ ഓഫ് പെർഡിഷൻ. 12-ാമത്തെ വാക്യം. അവരോടുകൂടി ഇരുന്നപ്പോൾ ഞാൻ യോഹന്നാൻ 17-12 ഞാൻ അവരെ നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരിക്കുന്നു, ഞാൻ അവരെ സൂക്ഷിച്ച് തിരുവഴുത്തിന് നിവൃത്തിയായിട്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ആ സൺ ഓഫ് പെർഡിഷൻ എന്നുള്ള ആ നാശയോഗ്യം എന്നുള്ളത് ആ വാക്കാണ് ഇവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ചും യൂദയെക്കുറിച്ച് ഇസ്കരിയോത്ത് യൂദവിനെക്കുറിച്ച് അവിടെ യോഹന്നാൻ 17-12 വാക്യത്തിൽ കർത്താവ് ഉപയോഗിച്ച ആ പദപ്രയോഗം ഇവിടെ എതിർ ക്രിസ്തുവിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. നാശയോഗ്യം എന്നുള്ളൊരു കാര്യം. അവന് 4-ാമത്തെ വാക്യം എന്താ? അവന് തന്നെ ദൈവം എന്ന വണ്ണം ഉയർത്തുന്നൊരു കാര്യം. അവന് ദേവാലയത്തിൽ ചെന്ന് അന്ത്യോക്കസ് എപ്പിഫാനസ് അവിടെ ജൂപ്പിറ്ററിന്റെ പ്രതിമ സ്ഥാപിച്ചെന്ന് പറഞ്ഞതുപോലെ തൻ്റെ തന്നെ ബിംബം ഈ കള്ളപ്രവാചകം പറഞ്ഞ് ഭൂവാസികൾ ഉണ്ടാക്കുന്നൊരു എതിർ ക്രിസ്തുവിന്റെ ബിംബം ഈ അതിവിശുദ്ധ സ്ഥലത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുന്ന ഒരു ശൂന്യമാക്കി നമ്മളെ അയച്ചതാ. ദാനിയേൽ 11-31 ഫുൾഫിൽമെന്റ്. മത്തായി 24-15 കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യം. അത് നമ്മളിപ്പോൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവം എന്ന് നടിച്ച് ദൈവം എന്നോ പൂജാവിഷു എന്നോ പേരുള്ള സകലത്തിലും മീതെ തന്നെ ഉയർത്തുന്ന എതിരാളി തന്നെ ഉയർത്തുന്നു. അതേ കാര്യം തന്നെ നമ്മളിപ്പം ദാനിയേൽ 11-36 തന്നെ ഉയർത്തുന്ന രാജാവിനെ കുറിച്ച് നമ്മൾ വായിച്ച അതേ കാര്യം തന്നെ ഇവിടെ ഇപ്പോൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ വചനം എത്ര കറക്റ്റായിട്ടെല്ലാം കോറിലേറ്റ് ചെയ്ത് വരുന്നു എന്നുള്ള കാര്യം അത് ശരിക്കും പരിശുദ്ധാത്മാവാണ്. നൂറ്റാണ്ടുകൾ ഒക്കെ ഇടയിൽ എഴുതിയ ഈ നൂറ്റാണ്ടുകൾ ഗ്യാപ്പിൽ എഴുതിയ ഈ പിന്നെ പല പുസ്തകങ്ങളുടെ ശേഖരമായിട്ടുള്ള ബൈബിള് എല്ലാം ഒരേ കാര്യത്തെ ഇത്രയും കോറിലേറ്റ് ചെയ്ത് പറയുന്നത് അത് പരിശുദ്ധാത്മാവിനാൽ നിശ്വാസ്യമായതുകൊണ്ടാണെന്നുള്ള കാര്യമൊക്കെ ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമ്മളത് കൂടുതൽ ഉത്സാഹിപ്പിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. അവിടെ അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ സമയത്ത് ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ ആ തടുക്കലങ്ങ് മാറിയിട്ട് അവൻ അന്ത്യകാലത്തെ സഭയിലെ ജയാളികളിലൂടെ വെളിപ്പെടുന്ന പരിശുദ്ധാത്മ ശക്തിയാണ് എതിർ ക്രിസ്തു മുമ്പേ വെളിപ്പെടാതെ തടയുന്നത്. എന്നാൽ ആ എതിർ ക്രിസ്തു വെളിപ്പെടേണ്ട സമയമാകുമ്പോൾ ദൈവം ആ തടുക്കുന്ന ശക്തിയായിട്ടുള്ള പരിശുദ്ധാത്മാവിനെ അങ്ങ് മാറ്റുന്നല്ല, പരിശുദ്ധാത്മാവിനെ ആ തടുക്കുന്ന ആ റെസ്ട്രെയിനിങ് പവർ അങ്ങ് ദൈവം വിത്ഡ്രോ ചെയ്യുന്നു. പരിശുദ്ധാത്മാവിനെ സഭയം എടുക്കപ്പെടും, പരിശുദ്ധാത്മാവ് അങ്ങ് പോകും എന്നുള്ള ആ ഒരു പ്രീ ട്രിബുലേഷൻ റാപ്ചറുകാർ ആ വാക്യത്തെ അങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ ശക്തി തടുക്കുന്നു എന്ന ആ തടുക്കുന്ന റെസ്ട്രെയിനിങ് പവർ അങ്ങ് വിഡ്രോ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പരിശുദ്ധാത്മാവിനെയും സഭയെല്ലാം കൂടെ ദൈവം അങ്ങ് വിഡ്രോ ചെയ്യുന്നൊന്നും അവിടെ ഓവർ ഇന്റർപ്രറ്റ് ചെയ്ത് ചളവാക്കേണ്ട കാര്യമില്ല. പിന്നെ 7-ാമത്തെ വാക്യത്തിൽ തുടർന്ന് എന്താ വായിക്കുന്നത്? എൻ്റെ 7-ാമത്തെ വാക്യം, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നതിന് വഴിയിൽ നിന്ന് നീങ്ങി പോവുക മാത്രം ചെയ്യും എന്നുള്ളൊരു കാര്യം. സാത്താൻ്റെ ശക്തിയെ തടഞ്ഞു നിർത്തുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഇത് ക്രിസ്തു വെളിപ്പെടേണ്ട സമയത്ത് പരിശുദ്ധാത്മാവ് അതിൻ്റെ തടുത്തു നിർത്തുന്ന സ്വാധീനം പിൻവലിക്കും എന്നുള്ളൊരു കാര്യമല്ല. അത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്നും പിന്മാറിപ്പോകും എന്നുള്ള കാര്യമൊന്നും നമ്മളവിടെ ഓവർ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതിനകത്ത് പറയാത്ത കാര്യങ്ങൾ ഈ പ്രീ ട്രിബുലേഷൻ റാപ്ചറുകാരെ പോലെ പറഞ്ഞു വെക്കരുത്. സോ ഇത് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത സാത്താൻ്റെ സകല ശക്തിയോടും അടയാളങ്ങളോടും വ്യാജ അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വചനയോടും കൂടി ആയിരിക്കും എന്നുള്ള 9-10 വാക്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പല ആഴ്ചകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 10-11 വാക്യങ്ങളിൽ എന്താ നമ്മൾ വായിക്കുന്നത്? ആളുകൾ വഞ്ചിക്കപ്പെടുവാൻ ദൈവം അനുവദിക്കുന്നു എന്ന് തന്നെയാണ്. തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ അവർ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം അവർ സത്യത്തെ സ്നേഹിച്ചില്ല. അതുകൊണ്ട് അന്ത്യകാലത്തുള്ള പല അത്ഭുതങ്ങളും മാനുഷിക അടയാളങ്ങളും ഒക്കെ കണ്ട് അവരങ്ങ് വഞ്ചിക്കപ്പെട്ടു പോകും. അവരുടെ ജീവിതത്തിലുള്ള പാപം ക്രിസ്തുവിന് ചേരാത്തതായിട്ട് പല കാര്യങ്ങളിൽ നിന്ന് ഒരു മോചനം വേണം, കർത്താവേ എന്നെ അങ്ങേപോലെ ആക്കണം എന്നുള്ളൊരു തേങ്ങലോ കരച്ചിലോ ഒന്നും അവരുടെ ജീവിതത്തിലില്ല. അത്ഭുതമുണ്ട്, യേശുവിൻ്റെ പേരിൽ അത്ഭുതം നടക്കുന്നു, അടയാളം നടക്കുന്നു, അതിൻ്റെ പിന്നാലെ കുറച്ച് ഭൗതികമായിട്ടുള്ള ചില ബെനിഫിറ്റുകളും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി, ചില ലാഭങ്ങൾ കിട്ടാൻ വേണ്ടി അവർ യേശുവിനെയും വിളിച്ചുകൊണ്ട് നടക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെയുള്ളവരൊക്കെ വഞ്ചിക്കപ്പെടും എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. അങ്ങനെയുള്ളവർക്ക് ദൈവം വഞ്ചിക്കാൻ അനുവദിക്കും എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള സത്യത്തെ സ്നേഹിക്കുകയും പാപത്തിൽ നമ്മൾ വിടുതലിനായി മുഴുവൻ ഹൃദയത്തോടെ അന്വേഷിക്കുകയും ചെയ്താൽ മാത്രമേ വഞ്ചനയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ
പിന്നെ നമ്മൾ അവസാനം ഇപ്പം എന്താ വായിച്ച് ഇവിടെ നമ്മൾ വെളിപ്പാട് 13:15 നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സംസാരിക്കുന്ന പ്രതിമയെക്കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ എവിടെ നോക്കിയാലും സംസാരിക്കുന്ന പ്രതിമകളാണ്. എന്താ ഇവിടെ അന്തിമവിജയം പുസ്തകത്തിനകത്ത് പ്രധാനം TV എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം നമുക്കറിയാം ഇൻ്റർനെറ്റ് എന്ന് പറയുമ്പോൾ മൊബൈലിൽ യൂട്യൂബിലെല്ലാം സംസാരിക്കുന്ന പ്രതിമകളെ ഇൻ്റർനെറ്റിലും ഇതിലൊക്കെയുള്ള എല്ലാം മോശമാണെന്നുള്ളതെല്ലാം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്രയോജനകരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ മെസ്സേജസും കാര്യങ്ങളും എല്ലാം ഉണ്ട് യൂട്യൂബിലും ഇൻ്റർനെറ്റിലും എല്ലാം. എന്നാൽ ഇതിനെല്ലാം ഒരു അടിമപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ടി വി സീരിയലുകൾ, TV പ്രോഗ്രാംസ്, സിനിമ, ആ എൻ്റർടൈൻമെൻറ്റ് വേൾഡ്, ഏതൊരു കാര്യവും നമ്മളെ അടിമപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ പോകുമ്പം അത് ഈ സംസാരിക്കുന്ന പ്രതിമയാണ് അന്ന് ഈ അന്ത്യകാലത്ത് ജനങ്ങളെ വീഴ്ത്തുന്നത്, വഴിതെറ്റിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ TV-യിലൂടെയുള്ള സംസാരിക്കുന്ന പ്രതിമകളാണ്, ഈ വെർച്വൽ ഇമേജസ് ആണ് ഇന്ന് പലരെയും പല അഡിക്ഷൻസിനും, TV അഡിക്ഷൻസിനും, ഇൻ്റർനെറ്റ് അഡിക്ഷനും, ഫോൺ അഡിക്ഷനും ഒക്കെ, വീഡിയോ ഗെയിം അഡിക്ഷൻ, അങ്ങനെയുള്ള പല പല അഡിക്ഷൻസിലേക്ക് ആൾക്കാരെ അടിമപ്പെടുത്തിയിടുന്നതെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. എന്നാൽ നമ്മൾ അതുപോലെ നമ്മൾ ആക്ഷരികമായിട്ടുള്ളൊരു വിഗ്രഹത്തിന് മുമ്പ് വണക്കത്തിലായിരിക്കും. പക്ഷേ ഇതുപോലുള്ള TV, ഇൻ്റർനെറ്റും ഒക്കെ നമ്മളെ അങ്ങ് അടിമപ്പെടുത്തുവാൻ എല്ലാത്തിലും നമുക്ക് കർത്തവ്യമുണ്ട് എന്ന് ഒന്നിനാലും ഞാൻ അധീനപ്പെടുകയില്ല. അത് നമ്മൾ 1 Corinthians 6:12 10:23 പൗലോസ് ഒരേ തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. 2 ഇടത്ത് ഒരേ സിമിലർ ആയിട്ടുള്ള വാക്യങ്ങൾ അവിടെ പറയുന്നത്. ഞാൻ പെട്ടെന്ന് ആ വാക്യങ്ങളും കൂടി എടുത്ത് നമുക്ക് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാമല്ലോ. 1 Corinthians 6:12 വാക്യത്തിൽ സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്. എവറിത്തിങ് ഈസ് ലോഫുൾ ഫോർ മീ. പാപത്തെ ജയിച്ച് പൗലോസിനെ പോലുള്ള ആരുടെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളിലും തനിക്ക് ലോഫുള്ളാണ്, തനിക്ക് കർത്തവ്യമുണ്ട്, തനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സകലവും പ്രയോജനമുള്ളതല്ല. എല്ലാം എവറിത്തിങ് ഇസ് നോട്ട് പ്രോഫിറ്റബിൾ. ആത്മീയമായിട്ടുള്ള പ്രയോജനമുള്ള കാര്യങ്ങളല്ല എല്ലാം. ഇപ്പോൾ പത്രം നല്ലതാണ്, പത്രം വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ അല്ലെങ്കിൽ TV-യിലെ ന്യൂസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ പല കാര്യങ്ങൾ അറിയുന്നു, ഇലക്ഷൻ ന്യൂസോ അല്ലെങ്കിലുള്ള പല കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നു. എന്നാൽ അത് തന്നെ എപ്പോഴും 24 മണിക്കൂറും അതും വെച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താവുന്നു, ഇതെന്താവുന്നു എന്നും പറഞ്ഞ് നമ്മൾ അതിൽ തന്നെ അങ്ങ് അടിമപ്പെട്ടു പോവുകയാണെങ്കിൽ അത് ഇൻഡിസറബിൾ ആയിട്ടുള്ളൊരു അഭികാമ്യമല്ലാത്ത ഒരു കാര്യമാണ്. അപ്പം സകലത്തിന് കർത്തവ്യം ഉണ്ടെങ്കിൽ സകലം പ്രയോജനമുള്ളതല്ല. സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എങ്കിലും ഞാൻ യാതൊന്നിനും അധീനനാകുകയില്ല. ഐ വിൽ നോട്ട് ബി മാസ്റ്റേർഡ് ബൈ എനിത്തിങ്. നമ്മുടെ എന്തെങ്കിലും ഈ TV, മൊബൈലും അതുപോലുള്ള കാര്യങ്ങളോ അതുപോലെ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ അടിമപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം നമുക്ക് പരിശോധിക്കാം. അന്ന് സംസാരിക്കുന്ന പ്രതിമ പലരെയും അടിമപ്പെടുത്തും. പലരും അതിൻ്റെ പിന്നാലെ അതിൻ്റെ മുമ്പാകെ വണങ്ങാൻ പോകുന്നു. നമ്മൾ ചിലപ്പോൾ അവരൊക്കെ വലിയ വിഗ്രഹാരാധികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ വിരളിയുണ്ടെന്ന് അവരെ കല്ലെറിയുന്ന നമ്മൾ ഒരുപക്ഷെ ഇങ്ങനെയൊക്കെയുള്ള ചില വിഗ്രഹങ്ങൾ, ചില അഗോചരമായ വിഗ്രഹങ്ങൾ നമ്മളുടെ ജീവിതത്തിലും കാണാം. അപ്പം അത് നമ്മെ തന്നെ ദൈവമുമ്പാകെ പരിശോധിക്കാൻ ഇടയാവട്ടെ. 1 Corinthians 6:12 നമ്മൾ കണ്ടു. 10:23 ഇതേപോലുള്ള വാക്യമാണ്. എന്താ വായിക്കുന്നത്? സകലത്തിൽ എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും പ്രയോജനമുള്ളതല്ല. സകലത്തിൽ എനിക്ക് കർത്തവ്യമുണ്ട് എങ്കിലും സകലവും ആത്മീക വർധന വരുത്തുന്നില്ല. അപ്പം പ്രയോജനമുള്ളത് ആത്മീയവർധന വരുത്തുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഒന്നിനും അടിമപ്പെടാതെ ഇരിക്കുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഓരോരുത്തരും സ്വന്തം ഗുണമല്ല. അതിൻ്റെ തൊട്ടടുത്ത വാക്യം 24-ാമത്തെ വാക്യം, ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണമത്രേ അന്വേഷിക്കേണ്ടത്. മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കട്ടെ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ കാണുന്നത്. ഇപ്പം അന്ത്യകാലത്ത് പല വഞ്ചനകളും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ആ സമയത്തും കർത്താവിൻ്റെ പ്രവചനങ്ങളൊക്കെ വളരെ അക്ഷരം പ്രതി ഫുൾഫിൽഡ് ആകുന്നൊരു കാലം വരും. അപ്പോൾ അവിടെ കർത്താവിനെ അറിയുന്നവർ, ദൈവത്തെ അറിയുന്നവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നമുക്ക് കർത്താവിനെ അറിയാം ഇന്ന് തന്നെ. അപ്പം പെട്ടെന്ന് നമുക്ക് കർത്താവിനെ അറിയാൻ തുടങ്ങാനൊന്നും പറ്റത്തില്ല. ഇന്ന് തന്നെ കർത്താവിനെ അറിയുന്നവരാണ് കൂടുതലായിട്ടൊന്ന് അറിഞ്ഞ് വീര്യം പ്രവർത്തിക്കാൻ നിൽക്കുന്നത്. നമുക്ക് ആ സമയത്തേക്ക് എല്ലാ കാര്യങ്ങളൊക്കെ അതാകുമ്പോഴത്തേക്ക് ഞാനങ്ങ് ഉറച്ചു നിന്നോളാം എന്ന് വിചാരിക്കുന്നത് മൂഢത്തരമായിരിക്കും. എന്നാൽ ഇന്ന് തന്നെ നമ്മുടെ ചെറിയ ചെറിയ പരീക്ഷകളും പ്രലോഭനങ്ങളും ഒക്കെ പ്രതിസന്ധികളൊക്കെ നേരിടുന്ന ഈ സമയങ്ങളിൽ അവിടെ എല്ലാം കർത്താവിനെ അധികമായിട്ട് ആഴത്തിൽ അറിയുവാൻ, ഇങ്ങനെ കർത്താവിനെ അറിയാൻ സാധിക്കുന്നത് നമ്മളുടെ ആ സ്വയജീവനെ നമ്മൾ തന്നെ താഴ്ത്തി സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മ നമ്മുടെ ആത്മാവിലേക്ക് ഒന്ന് നിറഞ്ഞ് കർത്താവായിട്ട് നമ്മൾ ഏകാത്മാവായി തീർന്ന് കർത്താവിനെ അറിയുകയും കർത്താവിൻ്റെ വഴികളെ അറിയുകയും നമ്മൾ ക്രൂശെടുത്ത് കർത്താവിനെ ഓരോ സമയത്തും എൻ്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനായിട്ട് ദൈവത്തിന് അതിനെതിരായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവിൻ്റെ ഹൃദയത്തെ അധികമായിട്ട് ആഴത്തിൽ അറിയുന്ന ആ ഒരു ജീവിതം നമുക്ക് വരും. അപ്പോൾ നമുക്ക് എവിടെയും ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ നമ്മളിപ്പം ദാനിയേൽ 11:32 വായിച്ചതുപോലെ
ആ ഇത് ക്രിസ്തുവിൻ്റെ സമയത്താവട്ടെ വേറെ ഏത് സമയത്താവട്ടെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും കർത്താവിനായിട്ട് സഹായിക്കും. നമുക്ക് ഒരുപാട് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്യാം. സ്നേഹം നിറഞ്ഞ പിതാവേ നന്ദി, കർത്താവേ നന്ദി. അവിടുത്തെ തിരുവചനത്തിൻ്റെ പ്രകാശത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അവിടുത്തെ വചനം കർത്താവ് ഞങ്ങളുടെ പാതയ്ക്ക് പ്രകാശവും കാലിന് ദീപമായിരിക്കുന്നവർക്ക് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങൾ അന്ത്യകാലത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ കർത്താവെ ശൂന്യമാക്കുന്ന നമ്മളെ യച്ഛത അതിൻ്റേതായ പല മുൻസൂചനകളൊക്കെ ഇന്ന് പലയിടങ്ങളിലും നടക്കുമ്പോൾ കർത്താവെ ഇത് ക്രിസ്തുവിന് സാത്താനൊക്കെ കീഴടങ്ങുന്നവർക്ക് അവൻ പല കാര്യങ്ങളൊക്കെ ഫേവറുകളൊക്കെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ വചനത്തിൽ വായിച്ചപ്പോൾ കർത്താവ് ഇന്ന് ഞങ്ങളുടെ ചുറ്റും അതുപോലൊക്കെയുള്ള എന്തെല്ലാം കാര്യങ്ങൾ കർത്താവ് നടക്കുന്നു. ഇതിൻ്റെ എല്ലാം ഒരു പാരമ്യം കർത്താവ് കൂടുതലായിട്ട് അതിൻ്റെ ഒരു വഷളത്തരങ്ങൾ അന്ന് ഇത് ക്രിസ്തുവിൻ്റെ സമയത്ത് നടക്കുമ്പോൾ കർത്താവ് കർത്താവിനെ അറിയുന്നവരെ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. സത്യത്തെ സ്നേഹിക്കുന്നവരെ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിക്കുന്നവർ കർത്താവെ അവർ വഞ്ചിക്കപ്പെടാതെ അവർ നിവർന്നു നിൽക്കും. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോയെ പോലെ അവർ ഒരു സംസാരിക്കുന്ന ബിംബത്തിൻ്റെ മേലെ സംസാരിക്കാത്തതോ ആയിട്ടുള്ള ഏത് ബിംബത്തിന്മേലെയും മുമ്പാകുകയും വീഴാതെ മുട്ടുമടക്കാതെ കോംപ്രമൈസ് ചെയ്യാതെ വിട്ടുവീഴ്ച ചെയ്യാതെ അവരെ ഉറച്ചു നിൽക്കുന്നത് പോലെ നിൽപ്പാൻ കർത്താവ് ഇന്ന് തന്നെ ഞങ്ങളെ സഹായിക്കണം. നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ എന്നാണല്ലോ കർത്താവ് ഇവിടുത്തെ വചനം പറയുന്നത്. ഞങ്ങൾ എല്ലാവരും ഏറ്റവും ബലഹീനരാണ് കർത്താവെ. അവിടുന്നാണ് ഞങ്ങളുടെ ബലം കർത്താവ്. ഞങ്ങൾ തന്നെ ഉള്ള ബലത്തെ ഞങ്ങൾ ആശ്രയിക്കുവാണെങ്കിൽ ഞങ്ങൾ എപ്പോൾ വീണെന്ന് ചോദിച്ചാൽ മതി കർത്താവ്. എന്നാൽ കർത്താവെ അവിടുന്ന് തന്നെ ഞങ്ങൾ വീഴാതെ കാത്ത് സൂക്ഷിക്കുവാൻ അവിടത്തേക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. ഞങ്ങളുടേതായ ഒരു വചനപരിജ്ഞാനമോ ഞങ്ങളുടേതായ പല പരിചയങ്ങളോ എക്സ്പീരിയൻസോ ഒന്നും അനുഭവ സമ്പത്തോ ഒന്നും ഞങ്ങളെ അന്ന് സഹായിക്കത്തില്ലല്ലോ. അവിടുന്ന് തന്നെ ഞങ്ങൾ വീഴാതെ കാത്ത് സൂക്ഷിക്കണം. അതിനായിട്ട് ആത്മാവിധത്തിലായിട്ട് കർത്താവെ ആദ്യ ഉപദേശ മൂപ്പിനെ പോലെ എനിക്കൊന്നിനും മുട്ടില്ലെന്ന് പറയാതെ കർത്താവെ ഞാനാണ് ഏറ്റവും മുട്ടുള്ളവൻ, ഞാനാണ് ഏറ്റവും ആവശ്യബോധമുള്ളവനെന്ന് മറ്റുള്ളവരെ വിരളിയുണ്ടാതെ എന്നെ തന്നെ കർത്താവെ വിരളിയുണ്ട് ഞാനാണ് പാപി പ്രധാനി എന്ന് പറയുവാൻ കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചാട്ടെ. ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തുന്നു. അവിടുത്തെ രക്തത്താൽ കഴുകണം, അവിടുത്തെ സ്നേഹത്തെ നിറയ്ക്കണം. അങ്ങ് തന്നെ കർത്താവെ ഞങ്ങളുടെ കർത്താവായിട്ടിരിക്കട്ടെ. ഒരു ടിവിയോ ഇൻ്റർനെറ്റോ വേറെ ഒരു കാര്യങ്ങളും കർത്താവെ ഞങ്ങളുടെ ലോഡ്ഷിപ്പ് എടുക്കുവാൻ കർത്തൃത്വം എടുക്കുവാൻ ഇടയാക്കരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് തന്നെ ഞങ്ങളുടെ രാജാവായിരിക്കട്ടെ. നന്ദി കർത്താവെ നന്ദി. പ്രാർത്ഥന കേട്ടതിനെ ഒത്ത് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നതല്ലേ യേശു കർത്താവിൻ്റെ വിലയേറിയ മാത്രയുള്ള നാമത്തിൽ. ആമേൻ.